നമസ്കാരം, സ്വാഗതം എല്ലാ പ്രേക്ഷകർക്കും വാർത്താരംഭത്തിലേക്ക്. പ്രധാന വാർത്തകൾ. സിറിയൻ തലസ്ഥാനം പിടിക്കാൻ പാലോട് ആത്മഹത്യ ചെയ്ത ഇന്ദുജയെ മർദ്ദിച്ചത് ഭർത്താവിന്റെ സുഹൃത്ത്. മരണത്തിന് 2 ദിവസം മുൻപ് ഭർത്താവും സുഹൃത്തും കസ്റ്റഡിയിൽ. ഇരുവരുടെയും ഫോണുകൾ ഫോറൻസിക് പരിശോധനയ്ക്ക്. മതാടിസ്ഥാനത്തിൽ വാട്സ്ആപ്പ് ഗ്രൂപ്പ് വിവാദത്തിൽ കെ ഗോപാലകൃഷ്ണൻ പറയുന്നത് പെരും നുണകളോ? പ്രതിക്കൂട്ടിലാക്കി പോലീസ്. ഗോപാലകൃഷ്ണന്റെ പ്രവൃത്തികളിൽ ദുരൂഹതയുണ്ടെന്ന് റിപ്പോർട്ട്. ഹാക്കിംഗ് തെളിയിക്കുന്ന കരിമ്പ് തെളിവ് പോലുമില്ലെന്നും പോലീസ്. ഗുരുവായൂർ അമ്പലനടയിൽ തരുണിക്ക് താലി കെട്ടി കാളിദാസ് ജയറാം. വിവാഹത്തിനെത്തി സുരേഷ് ഗോപി അടക്കമുള്ള പ്രമുഖർ. സിറിയൻ തലസ്ഥാനം പിടിക്കാൻ വിമതർ. ഡമാസ്കസിന് 50 കിലോമീറ്റർ മാത്രം അകലെ 3 ലക്ഷം പേർ പലായനം ചെയ്തു. പൗരന്മാർക്ക് മുന്നറിയിപ്പ് നൽകി ലോകരാജ്യങ്ങൾ. ഇന്ത്യ സഖ്യത്തെ നയിക്കാമെന്ന മമതയുടെ ഓഫർ നിരസിച്ച് കോൺഗ്രസ്. മമതയുടേത് സ്വയം ഉയർത്തി കാണിക്കാനുള്ള ശ്രമമെന്ന് മറുപടി. മമതയെ പിന്തുണച്ച് ശരത് പവാറും സമാജ്വാദി പാർട്ടിയും. നേതാവാകാമെന്ന മമതയുടെ വാഗ്ദാനം ന്യൂസ് 18 വേദി. മധു മുല്ലശ്ശേരി വർഗീയവാദി എന്ന് തിരിച്ചറിയാൻ വൈകിയെന്ന് വി ജോയ്. പാർട്ടി ക്ലാസുകൾ മധു ഉൾക്കൊണ്ടില്ല. സിപിഎം ജില്ലാ സെക്രട്ടറിയുടെ പ്രതികരണം ന്യൂസ് 18 Q18 അഭിമുഖത്തിൽ. സൗദി ജയിലിൽ കഴിയുന്ന അബ്ദുറഹീമിന്റെ മോചനത്തിന് ഇന്ന് ഉത്തരവുണ്ടായേക്കും. കേസ് വീണ്ടും റിയാദ് ക്രിമിനൽ കോടതിക്ക് മുന്നിൽ. റഹീമിന്റെ മോചന വാർത്ത കാത്തു കുടുംബം. ഡൽഹിയിലേക്കുള്ള കർഷക മുന്നേറ്റം തുടരുന്നു. ഉച്ചയ്ക്ക് 12 മണിക്ക് പഞ്ചാബ് അതിർത്തിയായ ശംഭുവിൽ നിന്ന് ഡൽഹിയിലേക്ക് മാർച്ച്. ഡൽഹിയിലെത്തും മുൻപ് തടഞ്ഞേക്കും. കനത്ത പോലീസിനെ വിന്യസിച്ചു കേന്ദ്രം. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ വെട്ടിമാറ്റിയ ഭാഗങ്ങൾ പുറത്തുവിടുന്നതിൽ അനിശ്ചിതത്വം തുടരുന്നു. തടസ്സഹർജി നൽകി ആരെന്ന് വ്യക്തമാക്കാതെ വിവരാവകാശ കമ്മീഷൻ. തടസ്സഹർജി തീർപ്പായ ശേഷം മാത്രമേ പേജുകൾ പുറത്തുവിടാനാകൂ എന്നും കമ്മീഷൻ. വിശദമായി നോക്കാം. സിറിയയിൽ ആഭ്യന്തര യുദ്ധം നിർണായക ഘട്ടത്തിലേക്ക്. തലസ്ഥാനമായ ദമാസ്കസ് വളഞ്ഞ വിമത സൈന്യം ഹയാത്ത് തഹ്രീൻ അൽ-ഷാം 3 സുപ്രധാന നഗരങ്ങൾ പിടിച്ചതായി അവകാശപ്പെട്ടു. സർക്കാർ അനുകൂല സൈന്യത്തിന്റെ ചെറുത്തുനിൽപ്പ് ദുർബലമാണ്. സുപ്രധാന വിമത നീക്കത്തിനിടെ പ്രസിഡന്റ് ബഷാറുൽ അസദ് സുരക്ഷിത സ്ഥാനം തേടി രാജ്യം വിട്ടെന്നാണ് അഭ്യൂഹം. എന്നാൽ അദ്ദേഹം രാജ്യത്ത് തന്നെയുണ്ടെന്നാണ് ഔദ്യോഗിക വിശദീകരണം. രഞ്ജിത്ത് രാമേന്ദ്രൻ ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. രഞ്ജിത്ത്, വിശദാംശങ്ങൾ. മായ ഹോംസ് പിടിച്ചെടുത്ത വിമത സൈന്യം ഇപ്പോൾ ഡമാസ്കസിലേക്ക്, സിറിയയുടെ തലസ്ഥാനവും സിറിയയിലെ ഏറ്റവും പ്രധാനപ്പെട്ട നഗരവും തന്ത്രപ്രധാന നഗരവുമായ ഡമാസ്കസിലേക്ക് നീങ്ങുകയാണ് എന്നുള്ള നിർണായക വിവരമാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. ലോകമാധ്യമങ്ങൾ ഇക്കാര്യം സ്ഥിരീകരിച്ചു കഴിഞ്ഞു. ഏതാണ്ട് 50 കിലോമീറ്റർ അകലെ മാത്രമാണ് ഡമാസ്കസിൽ നിന്നും വിമതസേനയുള്ളത്. സൈന്യത്തിന്റെ ചെറുത്തുനിൽപ്പ് പൂർണ്ണമായും ദുർബലമാണ് എന്ന വിവരം കൂടി ഈ ഘട്ടത്തിൽ പുറത്തുവരുന്നുണ്ട്. കാരണം ഈ വലിയ 3 നഗരങ്ങൾ പിടിക്കാൻ വളരെ വേഗം വിമത സൈന്യത്തിനായി എന്ന പ്രധാനപ്പെട്ട കാര്യമുണ്ട്. അതിനുശേഷമാണ് ഇപ്പോൾ ഡമാസ്കസിലേക്ക് നീങ്ങുന്നത്. അവിടെയും ചെറുത്തുനിൽപ്പ് ദുർബലമാണ്. സിറിയ ലോകരാജ്യങ്ങളുടെ സഹായം ആവശ്യപ്പെട്ടപ്പോൾ അവരെ സായുധമായി സഹായിക്കാൻ വന്നത് റഷ്യ മാത്രമാണ്. പക്ഷേ റഷ്യയ്ക്കും സിറിയയിൽ ഇടപെടുന്നതിൽ ചില പരിമിതികളുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം വിമതരുടെ നീക്കം അത്രത്തോളം തന്ത്രപ്രധാനമായ
നീക്കങ്ങളാണ്. സൈന്യത്തെ വലിയ തോതിലുള്ള സന്നാഹങ്ങളുമായാണ് വിമതർ ഇപ്പോൾ മുന്നോട്ട് വരുന്നത് എന്ന് ഏറെ പ്രധാനമായ ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ വിമത സൈന്യത്തെ പ്രതിരോധിക്കാനുള്ള എല്ലാ ആയുധങ്ങളും സൈന്യത്തിന് നഷ്ടപ്പെട്ടു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇറാന്റെ പിന്തുണയുള്ള സായുധ ഗ്രൂപ്പുകളുടെയും റഷ്യയുടെയും മറ്റും സഹായമുണ്ടായിട്ടും വിമതസേനയ്ക്ക് പിടിച്ചു നിൽക്കാൻ ആവുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. റഷ്യൻ യുദ്ധവിമാനങ്ങൾ ആക്രമണങ്ങൾ ഇവർ നടത്തുന്നുണ്ട് എങ്കിൽ പോലും അതൊന്നും ലക്ഷ്യം കാണുന്നില്ല, വിമതരെ തളയ്ക്കാനാവുന്നില്ല. ഇതുവരെ ഏതാണ്ട് 820ഓളം പേർ, ഏതാണ്ട് മരണം ഏതാണ്ട് 1000-നടുത്ത് എന്നുള്ളതാണ് അനൗദ്യോഗിക കണക്ക്. 820ഓളം പേർ കൊല്ലപ്പെട്ടു എന്നാണ് ഔദ്യോഗികമായി സിറിയൻ സൈന്യം പുറത്തുവിടുന്ന കണക്ക്. ഇതിൽ അഭയാർത്ഥികളായി ഏതാണ്ട് 3 ലക്ഷത്തിലധികം ആളുകൾ. കാരണം ആക്രമണങ്ങൾ തുടരുമ്പോൾ പല ആളുകളും തങ്ങളുടെ നാടും വീടും വിട്ട് ഓടുന്ന ഒരു പശ്ചാത്തലം കൂടി ഇതിനോട് ചേർത്ത് വായിക്കണം. ഏതാണ്ട് 3 ലക്ഷത്തോളം ആളുകൾ അഭയാർത്ഥികളായി മാറി എന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിവരം കൂടിയുണ്ട്. നമുക്കറിയാം 2000 മുതൽ അധികാരത്തിലുള്ള പ്രസിഡന്റ് ബാഷർ അൽ അസദിനെ അട്ടിമറിക്കാൻ 2011 മുതൽ വിമത ഗ്രൂപ്പുകൾ സിറിയയിൽ വലിയ യുദ്ധത്തിലാണ്. യൂറോപ്യൻ യൂണിയനും US മറ്റും വിമതരെ പിന്തുണച്ചപ്പോൾ റഷ്യയും ഇറാനും ഇറാഖും അസദിന്റെ ഭാഗത്ത് നിലനിന്ന പശ്ചാത്തലം ഒക്കെ ഉണ്ട്. പക്ഷേ അമേരിക്കയുടെ ഏറ്റവും പുതിയ വിവരം വരുന്നത് ഈ വിഷയത്തിൽ ഇടപെടാൻ തങ്ങളില്ല എന്നുള്ളതാണ്, ആർക്കും പിന്തുണയില്ല എന്നുള്ളതാണ്. അതേസമയം ഹിസ്ബുള്ള അടക്കം ഇപ്പോൾ സിറിയയെ പിന്തുണയ്ക്കും എന്നുള്ള നിലപാടുമായി മുന്നോട്ട് വന്നിട്ടുണ്ട്. ഏതാണ്ട് 5 ലക്ഷത്തിലേറെ ജനങ്ങളുടെ ജീവൻ കവർന്ന ഒരു യുദ്ധം കൂടിയാണ് ഈ സിറിയൻ ആഭ്യന്തര യുദ്ധം എന്നതുകൂടി നമ്മൾ ഇതിനോട് ചേർത്ത് വായിക്കണം. അതേസമയം ഈ സമയത്ത് ഈ പുതിയ ആക്രമണം എന്ന് പറയുന്നത് ഏറ്റവും അധികം സിറിയൻ സേനയ്ക്ക് നാശനഷ്ടം ഉണ്ടായ ഒരു ആക്രമണമായി മാറുകയാണ്. കാരണം ചെറുത്തുനിൽപ്പിന് പോലും തുനിയാതെ സിറിയൻ സേന പിന്തിരിഞ്ഞോടുന്ന കാഴ്ച ആദ്യമായാണ് കാണുന്നത്. കാരണം സിറിയൻ സേനയുടെ ശക്തമായ ആക്രമണം പലപ്പോഴും പ്രതിരോധമടക്കം വിമതർക്കെതിരെ ഉണ്ടായിരുന്നു. അതിപ്പോൾ ഇല്ലാതിരിക്കുന്നത് വല്ലാത്ത സാഹചര്യം ഉണ്ടാക്കുന്നു എന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. നമുക്കറിയാം 2011 മുതൽ ആഭ്യന്തര കലാപമടക്കം നടക്കുന്ന ഒരു രാജ്യം കൂടിയാണ് സിറിയ. ഇവിടെയാണ് ഇപ്പോൾ ഇത്രയധികം വലിയ പ്രശ്നങ്ങൾ സംഭവിക്കുന്നത് എന്നുള്ളതാണ്. ഈ വിഷയത്തിൽ നേരത്തെ ഒരു അഭ്യൂഹങ്ങൾ വന്നത് സിറിയൻ പ്രസിഡന്റ് ബാഷർ അൽ അസദ് സിറിയ വിട്ട് റഷ്യയിലേക്ക് കടന്നു എന്നുള്ളതാണ്. അതിന് ഔദ്യോഗികമായ സ്ഥിരീകരണമില്ല, ലോകമാധ്യമങ്ങൾ തെറ്റിദ്ധരിപ്പിക്കാനായി നൽകുന്ന വാർത്തയാണ് എന്നുള്ളതാണ് ലഭിക്കുന്ന വിവരം. പക്ഷേ ഏത് നിമിഷവും ബാഷർ അൽ അസദ് റഷ്യയുടെ സഹായം തേടുമെന്നുള്ളതാണ്. കാരണം ഡമാസ്കസ് കൂടി വിമതസേന പിടിച്ചെടുത്തു കഴിഞ്ഞാൽ പിന്നെ അസദിനെ പിടികൂടുക എന്നുള്ള വിമത സൈന്യത്തിന്റെ ലക്ഷ്യം. അത് അസദിന്റെ ഭരണം അട്ടിമറിക്കുക എന്ന് തന്നെയാണ്. അതിനിടയിൽ സിറിയയുടെ സേനയ്ക്കുള്ളിൽ തന്നെ ആഭ്യന്തര തർക്കം രൂക്ഷമാണ് എന്ന വിവരങ്ങൾ കൂടി ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നുണ്ട്. അങ്ങനെ വലിയ തോതിലുള്ള വല്ലാത്ത തരത്തിലുള്ള ആഭ്യന്തര സംഘർഷത്തിലേക്കാണ് ഇപ്പോൾ സിറിയ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഭവ്യ. ശരി, രഞ്ജിത് രാമേന്ദ്രനാണ് വിവരങ്ങൾ നൽകിയത്. ഇന്ത്യ സഖ്യത്തിൽ നേതൃപ്രതിസന്ധിക്കിടെ മമതാ ബാനർജിക്ക് പിന്തുണയുമായി ശരത് പവാർ. ഇന്ത്യ ബ്ലോക്കിന്റെ നേതൃസ്ഥാനം ഏറ്റെടുക്കാമെന്ന് മമതാ ബാനർജി കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. ന്യൂസ് 18 ബംഗ്ലാ ചാനലിന്റെ അഭിമുഖത്തിലായിരുന്നു മമതയുടെ പ്രതികരണം. മമതയ്ക്ക് പിന്തുണയുമായി നേരത്തെ സമാജ്വാദി പാർട്ടിയും എത്തിയിരുന്നു. കിരൺ ബാബു നൽകും കൂടുതൽ വിവരങ്ങൾ. കിരൺ, മമതയെത്തുമോ ഇന്ത്യയുടെ നേതൃസ്ഥാനത്തേക്ക്? ഭവ്യ, ഇന്ത്യ സഖ്യത്തിൽ പലതരത്തിലുള്ള പ്രതിസന്ധികൾ വർദ്ധിക്കുകയാണ്. പ്രധാനമായും കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പുകളിൽ ഇന്ത്യ സഖ്യത്തിനേറ്റ കനത്ത പരാജയം കൂടിയാണ് അത്തരമൊരു പ്രതിസന്ധി വർദ്ധിപ്പിക്കുന്നത്. മഹാരാഷ്ട്രയിലൊക്കെ ഏറ്റത് ഒരിക്കലും പ്രതീക്ഷിക്കാത്ത രീതിയിലേക്കുള്ള അത്ര കനത്ത പരാജയമായിരുന്നു. മാന്യമായൊരു പരാജയം എന്ന് പോലും പറയാൻ കഴിയില്ല. ഹരിയാനയിലും സമാനമായ രീതിയിലൊക്കെ ഇന്ത്യ സഖ്യം കോൺഗ്രസും വിജയിക്കുമെന്ന് കരുതുന്നു. കോൺഗ്രസിന് ഈ തരത്തിൽ പരാജയം എന്നതോടുകൂടിയാണ് ഇപ്പോൾ മമതാ ബാനർജി പരസ്യമായി കോൺഗ്രസിനെതിരെ രംഗത്ത് വന്നിരിക്കുന്നത്. ഇന്ത്യ സഖ്യത്തിൻ്റെ നേതൃസ്ഥാനം താൻ ഏറ്റെടുക്കാൻ തയ്യാറാണെന്ന് ന്യൂസ് 18 ബംഗ്ലായ്ക്ക് നൽകിയ അഭിമുഖത്തിലാണ് മമതാ ബാനർജി പറഞ്ഞത്. മമതാ ബാനർജിക്ക് പിന്തുണയായി ഇന്ത്യ സഖ്യത്തിലെ പ്രധാനപ്പെട്ട 2 പാർട്ടികൾ എത്തിയിരിക്കുന്നു. സമാജ്വാദി പാർട്ടിയും അതോടൊപ്പം തന്നെ ഇപ്പോൾ NCP ശരത് പവാർ വിഭാഗവും എത്തിയിരിക്കുന്നു. ശരത് പവാർ തന്നെ പറഞ്ഞത് ഇന്ത്യയെ സഖ്യത്തെ നയിക്കാൻ കഴിയുന്ന, ഇന്ത്യ ആകെ നിലനിന്നു നിൽക്കാൻ കഴിയുന്ന ഒരു പ്രധാനപ്പെട്ട നേതാവാണ് മമതാ ബാനർജി. മമതാ ബാനർജിയുടെ MP-മാരടക്കം വിഷയങ്ങൾ പഠിക്കുകയും നന്നായി പാർലമെന്റിൽ അവതരിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്ന ആളുകളാണ്. ആ തരത്തിലേക്കൊക്കെ മമതാ ബാനർജിക്ക് ഇന്ത്യ സഖ്യത്തിൻ്റെ നേതൃസ്ഥാനത്തേക്ക് വരാനുള്ള കേപ്പബിലിറ്റി ഉണ്ട്, അവർക്ക് അതിനുള്ള ശേഷിയുണ്ട് എന്നുള്ള ഒരു വാക്കുകൾ കൂടി ശരത് പവാർ പറയുന്നു. എല്ലാവർക്കും പ്രധാനപ്പെട്ട തടസ്സമായി നിൽക്കുന്നത് കോൺഗ്രസിൻ്റെ പ്രതീക്ഷ പലപ്പോഴും മഹാരാഷ്ട്രയിലടക്കം പ്രകടനം അത്രത്തോളം ദയനീയമായിരുന്നു. ഹരിയാനയിലും സമാനമായ അവസ്ഥയാണ് ഉണ്ടായത്. കോൺഗ്രസിന് ഒറ്റയ്ക്ക് എവിടെയെങ്കിലും ജയിക്കാൻ കഴിയാത്തൊരവസ്ഥ, അല്ലെങ്കിൽ മുന്നിൽ നിന്ന് നയിച്ച് വിജയം എത്തിക്കാൻ കഴിയാത്തൊരവസ്ഥയുണ്ട്. ജാർഖണ്ഡിൽ വിജയിച്ചെങ്കിലും അവിടെ ഒന്നാമത്തെ പാർട്ടി JMM ആണ്. JMMന്റെ നേതൃത്വത്തിലാണ് അവിടെ വിജയം കരസ്ഥമാക്കിയത്. കോൺഗ്രസ് അവിടെ രണ്ടാമത്തെ സഖ്യകക്ഷി മാത്രമാണ്.
ഇത്തരം പ്രതിസന്ധിക്കിടയിലാണ് മറ്റു പാർട്ടികളിലെയൊക്കെ പ്രധാനപ്പെട്ട നേതാക്കൾ ശരത് പവാറിനെ പോലെയുള്ളവരും അഖിലേഷ് യാദവിനെ പോലുള്ളവരുമൊക്കെ കോൺഗ്രസിന് പകരം മമതാ ബാനർജിക്ക് പിന്തുണയുമായി രംഗത്ത് വരുന്നു. സ്വാഭാവികമായും മമതാ ബാനർജിക്ക് ബംഗാളിൽ മറ്റു ചില വിഷയങ്ങൾ കൂടിയുണ്ട്. ബംഗാളിൽ ഒരു ഭാഗത്ത് എതിരാളികളായി നിൽക്കുന്ന ഒരു ഭാഗത്ത് BJP ആണെങ്കിൽ മറ്റ് രണ്ട് ഭാഗത്ത് നിൽക്കുന്ന കോൺഗ്രസും ഇടതു പാർട്ടികളുമാണ്. ഈ ഇടതു പാർട്ടികളെയും കോൺഗ്രസിനെയും അതോടൊപ്പം തന്നെ BJPയും ഒരുമിച്ച് നേരിടുന്ന ഒരു നേതാവ് കൂടിയാണ്. ഇനിയിപ്പോൾ പ്രധാന പ്രതിസന്ധി വരാൻ പോകുന്നത് ഇടതു പാർട്ടികൾക്കാണ്. മറ്റു പാർട്ടികളൊക്കെ കോൺഗ്രസ് വേണ്ട, മമതയുടെ നേതൃത്വം വരട്ടെ എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും ഇടതു പാർട്ടികൾക്ക് ഈ ഇന്ത്യ സഖ്യവുമായി ബന്ധപ്പെടുന്ന പാർട്ടികളിൽ അംഗീകരിക്കാൻ തീരെ കഴിയാത്ത ഒരേ ഒരു നേതാവ് മമതാ ബാനർജിയാണ്. സ്വാഭാവികമായും ഇടതു പാർട്ടികളുടെയൊക്കെ അഭിപ്രായം ഇതുവരെയും കോൺഗ്രസിൻ്റെ നേതൃത്വത്തെ സംബന്ധിച്ച് വിമർശനങ്ങൾ ഉന്നയിച്ചിരുന്നു ഇടതു പാർട്ടികൾ. പക്ഷേ ഇനിയിപ്പോൾ ഈ പ്രതിസന്ധി വരുമ്പോൾ സ്വാഭാവികമായും അവരും മറിച്ച് അഭിപ്രായമൊക്കെ പറയേണ്ട ഒരു അവസ്ഥ വരും. എന്തായാലും തൊട്ടടുത്ത് ഇനി വലിയ തെരഞ്ഞെടുപ്പോ അല്ലെങ്കിൽ അത്തരം കാര്യങ്ങളോ ഇല്ല എങ്കിൽ പോലും ഇന്ത്യ സഖ്യത്തെ സംബന്ധിച്ച് ഇപ്പോൾ അത്തരത്തിലേക്ക് ഒരു ഐക്യമില്ലായ്മ അല്ലെങ്കിൽ ഇന്ത്യ സഖ്യത്തിൻ്റെ പ്രവർത്തനത്തിലൊക്കെ കടുത്ത വിമർശനം സഖ്യകക്ഷികളിൽ നിന്ന് തന്നെ ഉയരുന്നു എന്നതുകൂടിയാണ് ഇത് വ്യക്തമാക്കുന്നത്. ശരി കിരൺ, ദയവായി തുടരുക. മറ്റൊരു വാർത്തയുടെ വിശദാംശം കൂടി അറിയേണ്ടതുണ്ട്. കടുത്ത പോലീസ് നടപടിയെ തുടർന്ന് നിർത്തിവെച്ച ഡൽഹി ചലോ മാർച്ച് വീണ്ടും നടത്താൻ തീരുമാനിച്ച കർഷക സംഘടനകൾ. പഞ്ചാബ് ഹരിയാന അതിർത്തിയായ ശംഭുവിൽ നിന്നും ഇന്നുച്ചയ്ക്ക് ഡൽഹിക്ക് മാർച്ച് നടത്താനാണ് തീരുമാനം. കിരൺ ബാബു തുടരുന്ന വിവരങ്ങളുമായി. കിരൺ, നമ്മൾ ഇതിനു മുൻപ് വലിയ കർഷക പ്രക്ഷോഭം അടക്കം കണ്ടതാണ്, സാക്ഷ്യം വഹിച്ച സ്ഥലമാണ് ഡൽഹി. ഇപ്പോഴിതാ വീണ്ടും ഒരു ഡൽഹി ചലോ മാർച്ച് നടത്താൻ തീരുമാനിച്ചിരിക്കുകയാണ് കർഷക സംഘടനകൾ. മാർച്ച് ഡൽഹിയിലെത്തുമോ അല്ലെങ്കിൽ അതിന് മുൻപ് തന്നെ തടയാനാണോ സാധ്യത? എന്താണ് വിശദാംശങ്ങൾ? ഭവ്യ, മാർച്ച് ഡൽഹിയിൽ എത്തുന്നതിനൊക്കെ മുമ്പ് തന്നെ ഈ മാർച്ച് തുടങ്ങുന്ന ശംഭു അതിർത്തി, ഹരിയാന പഞ്ചാബ് അതിർത്തിയാണ് ശംഭു. ഹരിയാന പഞ്ചാബ് അതിർത്തിയിൽ ഇപ്പോൾ ഏകദേശം രാജ്യാതിർത്തിക്ക് സമാനമായ രീതിയിലേക്കാണ് റോഡുകളൊക്കെ തടഞ്ഞിരിക്കുന്നത്. റോഡ് വലിയ കോൺക്രീറ്റ് സ്ലാബുകൾ കൊണ്ട് അല്ലെങ്കിൽ കോൺക്രീറ്റ് ഗഡ്ജറുകൾ കൊണ്ട് റോഡിൽ നിരത്തി. അതിന് പിന്നിൽ പോലീസുകാർ നിരന്ന്, അതിന് മുന്നിൽ റോഡിൽ താഴെ കോൺക്രീറ്റിൽ വലിയ ആണി അടിച്ച് ട്രാക്ടറുകളോ അല്ലെങ്കിൽ വാഹനങ്ങളോ ആളുകളോ ഒന്നും കടന്ന് മുന്നോട്ട് വരരുത്, വലിയ ആണി അടിച്ച് വെച്ചിരിക്കുന്ന ഒരു ബോർഡർ, അതിന് മുന്നിൽ മുള്ളുകമ്പി നിരത്തിയ ബോർഡർ, അതിനുശേഷം സാധാരണ ഇരുമ്പ് കൊണ്ടുള്ള ബാരിക്കേഡുകൾ, അങ്ങനെ പല ലെയറായി തിരിച്ച് ഒരു കാരണവശാലും അകത്തേക്ക് കടത്തിവിടില്ല എന്നുള്ള രീതിയിൽ തന്നെയാണ് അവിടെ പോലീസ് സന്നാഹം ഒരുക്കിയിട്ടുള്ളത്. ഹരിയാന സർക്കാരും ആ തരത്തിലേക്ക് തന്നെ ആ നിലപാടാണ് സ്വീകരിച്ചിരിക്കുന്നത്. പക്ഷേ കർഷകർ കഴിഞ്ഞ ദിവസവും മാർച്ച് നടത്താൻ തീരുമാനിച്ചിരുന്നതാണ്. പക്ഷേ കഴിഞ്ഞ ദിവസം വെള്ളിയാഴ്ച മാർച്ച് നടത്താൻ തീരുമാനിച്ചെങ്കിലും അന്ന് വലിയ സംഘർഷത്തിലേക്കൊക്കെ പോയിരുന്നു. നിരവധി കർഷകർക്ക് പരിക്കേൽക്കുകയും ഒക്കെ ചെയ്തിരുന്നു. ഇതേ തുടർന്ന് തൽക്കാലം മാർച്ച് നിർത്തിവെക്കുകയായിരുന്നു. 100 കർഷകരെ മാത്രം അകത്തേക്ക് കടത്തിവിടാൻ അനുവദിക്കുക എന്നുള്ളതാണ് ഇവരിപ്പോൾ പ്രധാനമായും ഉന്നയിക്കുന്നത്. ആയിരക്കണക്കിന് കർഷകരാണ് ശംഭു അതിർത്തിയിൽ തമ്പടിച്ചിട്ടുള്ളത്. ഈ മുഴുവൻ പേരും പോയാൽ ക്രമസമാധാന പ്രശ്നം ഉണ്ടാകുമെങ്കിൽ അവർക്കൊരു പ്രതിനിധികൾ എന്ന നിലയ്ക്ക് അല്ലെങ്കിൽ ഒരു പ്രാതിനിധ്യ സ്വഭാവത്തിൽ 100 പേരെ കടത്തിവിടണം എന്നുള്ള ആവശ്യമാണ് ഉന്നയിച്ചിരിക്കുന്നത്. അല്ലെങ്കിൽ കേന്ദ്ര സർക്കാർ കർഷകരുടെ ആവശ്യത്തിൽ ചർച്ചയ്ക്ക് തയ്യാറാവണം. പക്ഷേ അത്ര ഒരു അനുകൂലമായ നിലപാട് കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് എവിടെയും ഉണ്ടായിട്ടില്ല. ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻഖർ തന്നെ കർഷകരുടെ ഇത് ചർച്ചയിലൂടെ പരിഹരിക്കേണ്ട വിഷയമാണ്. കർഷക രാജ്യത്തിൻ്റെ നട്ടലാണ്, അവരുടെ പ്രശ്നങ്ങൾ ചർച്ചയിലൂടെ പരിഹരിക്കണമെന്നൊക്കെ നിർദ്ദേശിച്ചിരുന്നു. സ്വാഭാവികമായും കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് അത്ര ഒരു ചർച്ച ഉണ്ടാകും എന്നൊരു പ്രതീക്ഷ ഇപ്പോഴും കർഷകർക്കുണ്ട്. ഇന്ന് ഉച്ചയ്ക്ക് 12 മണിക്ക് മാർച്ച് ആരംഭിക്കും എന്നാണ് കർഷകർ പ്രഖ്യാപിച്ചിട്ടുള്ളത്. പക്ഷേ അത്തരമൊരു മാർച്ച് ആ റോഡ് മറികടന്ന് മുന്നോട്ട് പോകാൻ കർഷകർക്ക് കഴിയുന്ന രീതിയിലേക്കുള്ളൊരു സംവിധാനമല്ല ഇപ്പോൾ എന്തായാലും നിലവിൽ അവിടെ ഒരുക്കിയിട്ടുള്ളത്, ശംഭു അതിർത്തിയിൽ ഒരുക്കിയിട്ടുള്ളത്. അത്രത്തോളം പോലീസ് ബന്ദോബസ്തും പോലീസ് ബാരിക്കേഡുകളും എല്ലാം നിരത്തി കർഷകരെ പൂർണ്ണമായും തടയുന്ന അവസ്ഥ തന്നെയാണ്. ഇന്നും വീണ്ടും വെള്ളിയാഴ്ചത്തെ പോലെ ഒരു സംഘർഷത്തിലേക്ക് നീങ്ങാൻ സാധ്യതയുണ്ടോ എന്ന് നമുക്ക് ഇപ്പോൾ പറയാൻ കഴിയില്ല. അത്തരമൊരു സംഘർഷ സാധ്യത എന്തായാലും അവിടെ നിലനിൽപ്പുണ്ട്. പക്ഷേ ഇപ്പോഴും കർഷകർ, ഇന്ന് രാവിലെയും കർഷക നേതാക്കളൊക്കെ പ്രതികരിച്ചത് കേന്ദ്രം ചർച്ചയ്ക്ക് തയ്യാറാവണം എന്നുള്ള ആവശ്യമാണ്. ചർച്ചയ്ക്ക് തയ്യാറാണ് എന്നൊരു സന്ദേശം നൽകിയാൽ സ്വാഭാവികമായും കർഷകർ ഈ ഡൽഹി ചലോ മാർച്ച് ചിലപ്പോൾ ഉപേക്ഷിക്കാൻ തയ്യാറായേക്കും. അത്തരത്തിലേക്കുള്ള ചില അനൗദ്യോഗിക നീക്കങ്ങളും എന്തായാലും കർഷകരുമായി ബന്ധപ്പെട്ടും കേന്ദ്ര സർക്കാരുമായി ബന്ധപ്പെട്ടൊക്കെ നടക്കുന്നുണ്ട്. പക്ഷേ ഈ അനുകൂലമായ ഒരു പ്രതികരണം, കർഷകർക്ക് അനുകൂലമായ ചർച്ച നടത്താമോ, അങ്ങനെ അനുകൂലമായ ഒരു പ്രതികരണം കേന്ദ്ര സർക്കാരിൻ്റെയോ BJP നേതൃത്വത്തിൻ്റെ ഭാഗത്തു നിന്ന് ഇതുവരെ ഉണ്ടായിട്ടില്ല. കർഷകർ പ്രധാനമായും മുൻകാലങ്ങളിൽ നടത്തിയ സമരത്തിൻ്റെ അതേ ആവശ്യങ്ങൾ തന്നെയാണ് ഇപ്പോഴും ഉന്നയിക്കുന്നത്. മിനിമം താങ്ങുവില, കാർഷിക വിളകൾക്ക് മിനിമം താങ്ങുവിലയിൽ നിയമപരമായി ഉറപ്പ് നൽകുക, അതോടൊപ്പം തന്നെ ഏറ്റെടുക്കുന്ന കാർഷിക ഭൂമിക്ക് മെച്ചപ്പെട്ട നഷ്ടപരിഹാരം നൽകുക, ഏറ്റെടുത്ത് വികസിപ്പിക്കുന്ന കാർഷിക ഭൂമിയിൽ 10% കർഷകർക്ക് 10% അവകാശം കർഷകർക്ക് മടക്കി നൽകുക. ഇങ്ങനെയുള്ള കഴിഞ്ഞ തവണ ഉന്നയിച്ച അതേ ആവശ്യങ്ങൾ തന്നെയാണ് ഇപ്പോഴും ഉന്നയിക്കുന്നത്. കഴിഞ്ഞ ഫെബ്രുവരിയിൽ ഒരു 3-4 റൗണ്ട് ചർച്ച നടന്നെങ്കിലും പിന്നീട് കാര്യമായ പുരോഗതി എവിടെയും ഉണ്ടായില്ല. അത് കർഷകർ വീണ്ടും ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. എന്തായാലും അതിർത്തിയിൽ അങ്ങനെ ഹരിയാന പഞ്ചാബ് അതിർത്തിയിൽ അത്തരമൊരു സംഘർഷാവസ്ഥ ഇപ്പോൾ നിലനിൽപ്പുണ്ട്. ഇതിൻ്റെ ഭാവി എന്താവും എന്നുള്ളത് മണിക്കൂറുകൾക്കുള്ളിൽ അല്ലെങ്കിൽ ഏതാനും മിനിറ്റുകൾക്കുള്ളിലൊക്കെ ചിലപ്പോൾ അറിയാൻ കഴിഞ്ഞേക്കും. തീർച്ചയായും കിരൺ ബാബുവാണ് വിവരങ്ങൾ നൽകിയത്. മറ്റു വാർത്തയിലേക്ക്. മല്ലു വാട്സ്ആപ്പ് ഗ്രൂപ്പ് വിവാദത്തിൽ സസ്പെൻഷനിലുള്ള IAS ഓഫീസർ K. ഗോപാലകൃഷ്ണനെ പ്രതിക്കൂട്ടിലാക്കി പോലീസ് റിപ്പോർട്ട്.
കെ ഗോപാലകൃഷ്ണന്റെ പ്രവൃത്തികളിൽ ദുരൂഹതയുണ്ടെന്നാണ് പോലീസിന്റെ നിഗമനം. ഗോപാലകൃഷ്ണന്റെ പരാതി സത്യമെന്ന് തെളിയിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഫോൺ ഫോർമാറ്റ് ചെയ്തതിൽ അടിമുടി ദുരൂഹതയാണെന്നുമാണ് പോലീസ് റിപ്പോർട്ട്. വി വിനോദ് നൽകും കൂടുതൽ വിവരങ്ങൾ. വിനോദ്, ഈ മല്ലു വാട്സ്ആപ്പ് ഗ്രൂപ്പ് വിവാദത്തിൽ തുടക്കം മുതൽ തന്നെ ചോദ്യങ്ങൾ ഉയർന്നത്, കൈവിരൽ ചൂണ്ടിയത് ഗോപാലകൃഷ്ണന് നേർക്ക് തന്നെയായിരുന്നു. കാരണം അദ്ദേഹത്തിന്റെ പ്രവൃത്തികൾ തുടക്കം മുതൽ ദുരൂഹതയുണ്ട്. പോലീസ് റിപ്പോർട്ടും പറയുന്നത് അതുതന്നെയാണ്, അല്ലേ? ഭവ്യ, ഗോപാലകൃഷ്ണന്റെ ഭാഗത്ത് വീഴ്ചയുണ്ടായി. ആ ഒരു ഗുരുതര വീഴ്ചയുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ് പിന്നീട് സർക്കാർ ഗോപാലകൃഷ്ണനെ സസ്പെൻഡ് ചെയ്തതും ഇപ്പോഴും സസ്പെൻഷനിൽ തുടരുന്നത്. പക്ഷെ കഴിഞ്ഞ ദിവസം പുറത്തു വന്ന ചാർജ് മെമ്മോ, അതിൽ ഗോപാലകൃഷ്ണനെ സംരക്ഷിക്കുന്ന തരത്തിലുള്ള പരാമർശങ്ങൾ അല്ലെങ്കിൽ പല ഗുരുതര തെറ്റുകളും ഒഴിവാക്കിക്കൊണ്ടുള്ള ഒരു ചാർജ് മെമ്മോ, അത് ചീഫ് സെക്രട്ടറിയുടെ ഭാഗത്തു നിന്നുള്ള നടപടിയാണ്. അതിൽ പ്രധാനമായും അതിൽ ചൂണ്ടിക്കാട്ടുന്നത് ഉദ്യോഗസ്ഥരുടെ ഐക്യം തകർക്കാനുള്ള ശ്രമം ഉണ്ടായി എന്ന കാര്യമാണ്. പക്ഷേ അവിടെ പറയുന്നില്ല ഹിന്ദു ഗ്രൂപ്പ് ഉണ്ടാക്കിയതിനെ കുറിച്ചോ അല്ലെങ്കിൽ അതിനുശേഷം മുസ്ലിം ഗ്രൂപ്പ് ഉണ്ടാക്കിയതിനെ കുറിച്ചോ ഒന്നും തന്നെ ഇത്തരത്തിലുള്ള പരാമർശമില്ല. ഫോൺ അദ്ദേഹം ഫോർമാറ്റ് ചെയ്തതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, അതിന്റെ കണ്ടെത്തലുകൾ, അത്തരം കാര്യങ്ങളൊന്നും തന്നെ ഇതിൽ പറയുന്നില്ല. അതായത് ഗോപാലകൃഷ്ണന് പിന്നീട് മറ്റ് വലിയ പ്രയാസമൊന്നും ഇല്ലാതെ തന്നെ കാര്യമായ നിയമ നടപടിയെ നേരിടാതെ തന്നെ സർവീസിലേക്ക് തിരിച്ചെത്താൻ കഴിയുന്ന സാഹചര്യം സൃഷ്ടിക്കുന്നു എന്നത് തന്നെയാണ്. എന്തിനു വേണ്ടി ഗോപാലകൃഷ്ണന് അത്തരം ഇളവ് ചെയ്യുന്നു, അദ്ദേഹത്തെ സഹായിക്കുന്ന ഒരു നിലപാടിലേക്ക് സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഏറ്റവും ഉന്നത ഉദ്യോഗസ്ഥ ആ തരത്തിൽ നീങ്ങുന്നു എന്നത് തന്നെയാണ് പ്രധാനമായും ഒരു സംശയമായി വരുന്നത്. അപ്പോഴാണ് ഈ റിപ്പോർട്ട് കൂടി പുറത്തു വരുന്നത്. നേരത്തെ തന്നെ പോലീസ് റിപ്പോർട്ട് സമർപ്പിച്ചിരുന്നു. ആ റിപ്പോർട്ടിന്റെ പകർപ്പാണ് ഇതിൽ വരുന്നത്. ഗോപാലകൃഷ്ണൻ ഈ ഫോർമാറ്റ് ചെയ്ത് നൽകിയ ഫോൺ അത് ഹാക്ക് ചെയ്തതിന് യാതൊരുവിധ തെളിവുമില്ല എന്ന് തന്നെയാണ് ഈ റിപ്പോർട്ടിന്റെ ഭാഗമായി പറയുന്നത്. ഫോറൻസിക് പരിശോധനയ്ക്ക് ഫോൺ നൽകുന്നതിന് മുൻപ് പലതവണ ഈ ഫോണുകൾ ഫോർമാറ്റ് ചെയ്തു. ആദ്യം നൽകിയ ഫോണാകട്ടെ അതിൽ വാട്സപ്പ് ഉപയോഗിച്ചതല്ല, അല്ലെങ്കിൽ ഈ വിവാദ ഗ്രൂപ്പുകൾ ഉണ്ടായ ഫോണല്ല ആദ്യം പോലീസിന് നൽകിയത്. ഒരു IAS ഉദ്യോഗസ്ഥനാണ്. എന്തിന് അദ്ദേഹം അത്തരത്തിൽ ഒരു കൃത്രിമം നടത്തുന്നു, അല്ലെങ്കിൽ ആ വിവാദമായ ഫോൺ നൽകാതെ മറ്റൊരു ഫോൺ നൽകി എന്ന ചോദ്യം അവശേഷിക്കുന്നുണ്ട്. ഈ ഫോൺ നൽകിയത് തന്നെ ഫോർമാറ്റ് ചെയ്ത ശേഷമാണ്. മാത്രമല്ല ഈ പരാതി നൽകിയ ദിവസം അതിനു മുൻപ് തന്നെ ഫോർമാറ്റ് എന്ന പ്രക്രിയയിലേക്ക് അദ്ദേഹം പോവുകയും ചെയ്തിരുന്നു. അതായത് നിരപരാധിയെങ്കിൽ അദ്ദേഹത്തിന് സ്വാഭാവികമായും അദ്ദേഹത്തിന്റെ ഫോൺ നൽകാമായിരുന്നു. പക്ഷേ അതിനൊന്നും തുനിയാതെ അദ്ദേഹം മുഴുവൻ രേഖകളും മായ്ച്ചു കളഞ്ഞ ശേഷം അദ്ദേഹത്തിന്റെ സ്വകാര്യമായുള്ള സംഗതികൾ ഉണ്ടെങ്കിൽ അത് മാറ്റിയ ശേഷം ഈ ഫോൺ നൽകാമായിരുന്നു. പക്ഷെ പൂർണ്ണമായും ഫോർമാറ്റ് ചെയ്യുന്ന നിലയിലേക്ക് പോയി. പല കുറി അങ്ങനെ ഫോർമാറ്റ് ചെയ്തു. അതൊക്കെ തന്നെയാണ് ഈ സംശയം വർദ്ധിപ്പിച്ചത്. ആ കാര്യങ്ങൾ ഇതിൽ കൃത്യമായി പറയുകയും ചെയ്യുന്നു. നവംബർ 5-നാണ് ഗോപാലകൃഷ്ണൻ ആദ്യത്തെ ഫോൺ നൽകുന്നത്. അത് വാട്സപ്പ് ഉപയോഗിക്കാത്ത ഫോണാണ്. പിന്നീട് നവംബർ 6-ന് യഥാർത്ഥ ഫോൺ കൈമാറിയിരുന്നു. 31-ന് തന്റെ ഫോൺ ഹാക്ക് ചെയ്തു എന്നായിരുന്നു ഗോപാലകൃഷ്ണൻ പറഞ്ഞത്. പക്ഷേ അങ്ങനെ ഒരു കാര്യം ആ ഫോണിൽ 31-ന് ഉണ്ടായിട്ടില്ല. മാത്രമല്ല ഹാക്കിങ്ങിന്റെ യാതൊരുവിധ തെളിവുകളും കണ്ടെത്താനായിട്ടില്ലെന്നും പോലീസ് റിപ്പോർട്ടിന്റെ ഭാഗമായി പറയുന്നുണ്ട്. ഭവ്യ, ശരി. വി വിനോദാണ് വിശദ വിവരങ്ങൾ പങ്കുവച്ചത്. ഇടവേള. കേന്ദ്ര ധനകാര്യ കമ്മീഷന്റെ ത്രിദിന കേരള സന്ദർശനത്തിന് ഇന്ന് തുടക്കം. 16-ാം ധനകാര്യ കമ്മീഷൻ ചെയർമാൻ അരവിന്ദ് പനഗാരിയയുടെ നേതൃത്വത്തിലുള്ള 6-അംഗ സംഘമാണ് കേരള സന്ദർശനത്തിന് എത്തുന്നത്. കമ്മീഷൻ മുമ്പാകെ കേരളത്തിന്റെ ആവശ്യങ്ങൾ മുൻകൂട്ടി അവതരിപ്പിക്കാനുള്ള നടപടികൾ സംസ്ഥാന സർക്കാർ ഉറപ്പുവരുത്തിയതായി ധനമന്ത്രി കെ ബാലഗോപാൽ അറിയിച്ചു. 16-ാം ധനകാര്യ കമ്മീഷൻ റിപ്പോർട്ട് തയ്യാറാക്കുന്നതിനായി സംസ്ഥാനങ്ങളിലേക്കുള്ള പഠനയാത്രകളുടെ ഭാഗമായാണ് കമ്മീഷൻ അംഗങ്ങളുടെ 3 ദിവസത്തെ കേരള സന്ദർശനം. വൈകുന്നേരം കുമരകത്തെത്തുന്ന സംഘം നാളെ രാവിലെ തിരുവാർപ്പ്, ഐമനം പഞ്ചായത്ത് പ്രദേശങ്ങൾ സന്ദർശിക്കും. തുടർന്ന് കോവളത്തെത്തുന്ന കമ്മീഷൻ അംഗങ്ങൾ ചൊവ്വാഴ്ച രാവിലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉൾപ്പെടെയുള്ള മന്ത്രിസഭാംഗങ്ങളുമായി കൂടിക്കാഴ്ച നടത്തും. സംസ്ഥാന ധനകാര്യ കമ്മീഷൻ ചെയർമാൻ ഡോക്ടർ KN ഹരിലാൽ, വ്യാപാര വ്യവസായ പ്രതിനിധികൾ എന്നിവരുമായും ചർച്ച നടത്തും. 5 വർഷ കാലയളവിൽ സംസ്ഥാനങ്ങൾക്ക് കേന്ദ്ര സർക്കാരിൽ നിന്നും ലഭിക്കേണ്ട ഭരണഘടനാപരമായ സാമ്പത്തിക പിന്തുണ സംബന്ധിച്ച തീർപ്പുകൾ നിശ്ചയിക്കുകയാണ് ധനകാര്യ കമ്മീഷന്റെ ചുമതല. 2026 ഏപ്രിൽ 1 മുതലാണ് കമ്മീഷന്റെ ശുപാർശ പ്രകാരമുള്ള ധനവിഹിതങ്ങൾ സംസ്ഥാനത്തിന് ലഭ്യമായി തുടങ്ങുക.
കേന്ദ്രത്തിന് ലഭിക്കുന്ന നികുതി വരുമാനത്തിൽ നിന്ന് സംസ്ഥാനങ്ങൾക്കുള്ള വിഹിതം 50% ഉയർത്തണമെന്നാണ് കേരളത്തിന്റെ നിലപാട്. നിലവിൽ 41% സംസ്ഥാനത്തിന് ലഭിക്കുന്ന വിഹിതം. ഇതിനു പുറമെ ഉരുൾപൊട്ടലും വെള്ളപ്പൊക്കവും ഉൾപ്പെടെയുള്ള പ്രകൃതി ദുരന്തങ്ങളുടെ പശ്ചാത്തലത്തിൽ സംസ്ഥാനത്തോട് കേന്ദ്രം അനുഭാവപൂർണമായ സമീപനം സ്വീകരിക്കണമെന്നും കേന്ദ്ര ധനകാര്യ കമ്മീഷന് സമർപ്പിക്കുന്ന മെമ്മോറാണ്ടത്തിൽ പരാമർശമുണ്ട്. ന്യൂസ് 18 തിരുവനന്തപുരം. ആജ്ഞ രവീന്ദ്രൻ നൽകും കൂടുതൽ വിവരങ്ങൾ. ആജ്ഞ, എന്തായാലും കേന്ദ്ര ധനകാര്യ കമ്മീഷന്റെ ത്രിദിന കേരള സന്ദർശനത്തിന് ഇന്ന് തുടക്കമാവുകയാണ്. കമ്മീഷൻ കേരളത്തിലെത്തുമ്പോൾ അത് ഒരുപക്ഷെ വലിയ സഹായമാകും കേരളത്തിൽ നിന്ന് പ്രതീക്ഷിക്കാം. അല്ലെ, എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? അവരെപ്പോഴത്തേക്ക് എത്തും? അതെ, ഉച്ചയോടെയാണ് അവരെത്തുന്നത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഉച്ചയ്ക്ക് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ അവരെ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ നിന്ന് സ്വീകരിക്കും. തുടർന്ന് ആലപ്പുഴയിലേക്ക് പോകും. തുടർന്ന് തിരുവനന്തപുരത്ത് വെച്ചാണ് ധനകാര്യ കമ്മീഷൻ സംസ്ഥാന കേന്ദ്ര സർക്കാരുമായുള്ള കൂടിക്കാഴ്ച നടത്തുന്നത്. 16ാം ധനകാര്യ കമ്മീഷനാണ് ഇന്ന് സംസ്ഥാനത്ത് എത്തുന്നത്. കേന്ദ്രത്തിന് നൽകുന്ന റിപ്പോർട്ട്, സംസ്ഥാനം കേന്ദ്രത്തിന് നൽകുന്ന റിപ്പോർട്ട് അനുസരിച്ചിട്ടാണ് ഇനി അടുത്ത 5 വർഷത്തേക്ക് ഈ കമ്മീഷൻ കേന്ദ്രത്തിന് നൽകുന്ന റിപ്പോർട്ട് അനുസരിച്ചാണ് ഇനി 5 വർഷത്തേക്ക് സംസ്ഥാനങ്ങൾക്കുള്ള ധനവിഹിതം നിശ്ചയിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ സന്ദർശനത്തിന് വലിയ പ്രാധാന്യമുണ്ട്. നേരത്തെ തന്നെ അതായത് NDRF ഫണ്ട് അനുവദിച്ചതിലുള്ള അപാകത ചൂണ്ടിക്കാട്ടി കേന്ദ്രത്തിന് സംസ്ഥാനം കത്തിയിരിക്കുന്ന സാഹചര്യം. മാത്രമല്ല, വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട് വയനാട് ദുരന്തത്തിന് സ്പെസിഫിക് ആയിട്ട് കൂടുതൽ ഫണ്ട് അനുവദിക്കണം. കയ്യിൽ ഇപ്പോൾ ഉള്ളത് മൊത്തത്തിൽ സംസ്ഥാനത്തിലെ മുഴുവൻ ദുരന്ത നിവാരണം മീറ്റ് ചെയ്യാനുള്ള ഫണ്ടാണ് ഉള്ളത്. അത് വയനാട് മാത്രമായി ചെലവഴിക്കാനാകില്ല എന്ന നിലപാട് സംസ്ഥാന സർക്കാർ എത്തുകയും അതിന് കഴിഞ്ഞ ദിവസം ഹൈക്കോടതി സംസ്ഥാനത്തെ അതിരൂക്ഷമായി വിമർശിക്കുന്ന സാഹചര്യമുണ്ട്. ഇക്കാര്യത്തിൽ കേന്ദ്രത്തെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. കയ്യിലുള്ള ഫണ്ട് എന്തുകൊണ്ട് വിനിയോഗിക്കുന്നില്ല, അതോ കയ്യിൽ ഫണ്ടില്ല എന്നുള്ള തരത്തിലാണ് സംസ്ഥാനത്തിന് നീക്കം എന്നുള്ള തരത്തിൽ ഹൈക്കോടതി വിമർശിച്ച ഒരു സാഹചര്യം കൂടിയുണ്ട്. എന്നിരുന്നാൽ പോലും ഈ കാര്യം തന്നെ ചൂണ്ടിക്കാട്ടിയാണ് ധനകാര്യ കമ്മീഷന് മെമ്മോറാണ്ടം നൽകുന്നതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം ഇങ്ങനെ, അതായത് NDRF ഫണ്ട് മൊത്തത്തിൽ ഉള്ള ദുരന്ത നിവാരണ ഫണ്ട് അല്ലാതെ സ്പെസിഫിക് ആയിട്ട് പ്രത്യേക അപകടങ്ങൾ ഉണ്ടാകുമ്പോൾ, പ്രത്യേക ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോൾ അതിനായി കൂടുതൽ ഫണ്ട് അനുവദിക്കണം. മാത്രമല്ല, ഇപ്പോൾ കേന്ദ്ര നികുതിയുടെ 50% സംസ്ഥാനങ്ങൾക്ക് നൽകണം എന്നൊരാവശ്യം കൂടി. ഇപ്പോൾ 41% നൽകുന്നത്. വായ്പാ പരിധി അടക്കം കേന്ദ്രം വെട്ടിക്കുറച്ച സാഹചര്യം കൂടി ഈ ഒരു സാഹചര്യത്തിലുണ്ട്. അതുകൊണ്ടുകൂടി കേരളത്തിന് ഈ ധനകാര്യ കമ്മീഷന്റെ സന്ദർശനം അങ്ങേയറ്റം നിർണായകമാണ്. 2011 കണക്ക് അനുസരിച്ച് ജനസംഖ്യയുടെ അടിസ്ഥാനത്തിൽ സംസ്ഥാനത്തിന് വിഹിതം കണക്കാക്കുന്ന രീതി നിർത്തണം. ജനസംഖ്യാ നിയന്ത്രണം ഫലപ്രദമായി നടപ്പിലാക്കിയ സംസ്ഥാനങ്ങളെ അതിന്റെ പേരിൽ തുടരുന്ന അവഗണന ഒഴിവാക്കണം തുടങ്ങിയ ആവശ്യങ്ങൾ കേരളം ഉന്നയിക്കും. കേരളത്തിന് അതിന്റേതായ സാഹചര്യങ്ങൾ കണക്കിലെടുത്ത് പ്രത്യേകമായി ഗ്രാന്റ് അനുവദിക്കണം. അതുപോലെ സംസ്ഥാനങ്ങൾക്കുള്ള കേന്ദ്ര വിഹിതം ഉയർത്തണമെന്നും ആവശ്യപ്പെടും. എന്തായാലും ഈ കമ്മീഷൻ കേന്ദ്രത്തിന് മുൻപിൽ വെക്കുന്ന റിപ്പോർട്ട് അനുസരിച്ചിട്ടായിരിക്കും അടുത്ത 5 വർഷത്തേക്ക് സംസ്ഥാനങ്ങൾക്കുള്ള വിഹിതം തീരുമാനിക്കുക. ഭവ്യ. ശരി, ആജ്ഞ രവീന്ദ്രനാണ് വിശദവിവരങ്ങൾ നൽകിയത്. മരണത്തിന്റെ ചുരുളഴിയുന്നു. തിരുവനന്തപുരം പാലോട് മരിച്ച നവവധുവിന്റെ ഭർത്താവിന്റെ സുഹൃത്തിൽ നിന്ന് മർദ്ദനമേറ്റിരുന്നതായി മൊഴി. മരണത്തിൽ 2 ദിവസം മുൻപ് കാറിൽ വെച്ച് ഭർത്താവ് അഭിജിത്തിന്റെ സുഹൃത്തായ അജാസാണ് ഇന്ദുജയെ മർദ്ദിച്ചത്. അഭിജിത്തും അജാസും പോലീസ് കസ്റ്റഡിയിലാണ്. ഇരുവരുടെയും ഫോണുകൾ ഫോറൻസിക് പരിശോധനയ്ക്ക് അയച്ചു. വിനോദ വിവരങ്ങളുമായി ചേരും. അതിനു മുൻപൊരു പ്രതികരണത്തിലേക്ക്. പിന്നെ മറ്റേ എൻ്റെ അളിയനായ അയാൾക്കും അത് ഇഷ്ടമല്ല. ഒരു കാരണവശാലും എൻ്റെ ചേച്ചി ഇങ്ങനെ ചെയ്യൂല. എന്ത് വിഷയമുണ്ടെങ്കിൽ എൻ്റെ അടുത്ത് പറയണതാണ്. 4 മാസമല്ലേ അയാളങ്ങ് പോയിട്ട്. അത് ഇത്രയും വിഷയമുണ്ടെങ്കിൽ നമ്മൾ അല്ലെങ്കിൽ വീട്ടിൽ വരായിരുന്നു. നമുക്ക് വീട്ടിൽ അല്ലെങ്കിൽ എന്നെ വിളിച്ച് പറയാമെങ്കിലും ചെയ്യായിരുന്നു. എന്തിനാണ് അറിഞ്ഞുകൂടാ. എന്തായാലും എനിക്ക് നല്ല സംശയമുണ്ട്. അവരെ വീട്ടുകാർ തന്നെയാണ് കുഴപ്പം. ആരും ഒന്നും ചെയ്യാതെ ഒരു കാരണവശാലും അങ്ങനെ ചെയ്യാറില്ല. എൻ്റെ മോളെ വിളിച്ചുകൊണ്ട് 4 മാസമായി. 4 മാസമായിട്ട് മോള് വീട്ടിൽ വരുമായിരുന്നു. വീട്ടിൽ കഴിഞ്ഞ ആഴ്ച വന്നിട്ട് അവളെ ദേഹത്ത് മൊത്തം മുറിവും കാര്യങ്ങളുണ്ടായിരുന്നു. അപ്പോൾ ഈ അഭിജിത്ത് എന്ന് പറഞ്ഞ എൻ്റെ മോളെ ഭർത്താവ് അവളെ ഉപദ്രവിച്ച് കെട്ടിത്തൂക്കി കൊന്നു.
കൊലപാതകത്തിന് അവൻ്റെ പേരിന് കേസെടുക്കണം, അന്വേഷിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. എൻ്റെ മോള് 24 വർഷം ഞാൻ കൂടെ നിന്ന് പഠിപ്പിച്ച് അവളെ ഒരു നല്ല ഒരു ഉന്നതിയിലെത്തിച്ച് യമൻ എൻ്റെ മോൾക്ക് ഒരുപാട് കല്യാണമുണ്ട്. യമൻ ഫോൺ വഴി കല്യാണാലയം മൊത്തവും തെറ്റിച്ച് എൻ്റെ മോളെ പീഡിപ്പിച്ച് കൊലപ്പെടുത്തുകയാണ് ചെയ്തത്. മരണപ്പെട്ട ഇന്ദുജയുടെ അച്ഛന്റെയും സഹോദരന്റെയും വാക്കുകളാണ് കേട്ടത്. വി വിനോദ് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു. വിനോദ്, ഈ ഇന്ദുജയുടെ മരണത്തിൽ കൂടുതൽ ചുരുളകൾ അഴിയുകയാണ്. ഇപ്പോൾ ഇതാ ഭർത്താവിന്റെ സുഹൃത്തിൽ നിന്ന് ഇന്ദുജയ്ക്ക് മർദ്ദനമേറ്റിരുന്നു എന്നുള്ള വിവരങ്ങളാണ്, ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ് പുറത്തുവരുന്നത്. എന്താണ് ഈ വാർത്തയുടെ വിശദാംശങ്ങൾ? ഭവ്യ, ഇത് സംബന്ധിച്ച് പോലീസിന്റെ അന്വേഷണം ഇപ്പോൾ തുടരുകയാണ്. ഈ മർദ്ദനത്തിൽ പുതിയ ഒരാൾക്ക് കൂടി പങ്കുണ്ട്. അതായത് ഭർത്താവ് നേരത്തെ കുട്ടിയെ ഉപദ്രവിച്ചു എന്ന വീട്ടുകാരുടെ ആരോപണം. അതിനപ്പുറത്തേക്ക് ഭർത്താവിന്റെ സുഹൃത്ത് അജാസ് ആണ് ഏറ്റവും ഒടുവിൽ കുട്ടിയെ മർദ്ദിച്ചത് എന്ന വിവരമാണ് പുറത്തു വരുന്നത്. കാറിനുള്ളിൽ വെച്ചായിരുന്നു മർദ്ദനം എന്ന വിവരം കൂടി പുറത്തു വരുന്നുണ്ട്. അഭിജിത്തും അജാസും സ്കൂൾ തലം മുതൽ ഒരുമിച്ച് പഠിച്ചു വന്നവരാണ്, സുഹൃത്തുക്കളാണ്. അജാസുമായി നേരത്തെ തന്നെ ഈ പെൺകുട്ടിക്ക് ഇന്ദുജയ്ക്ക് സൗഹൃദം ഉണ്ടായിരുന്നു എന്ന വിവരം പുറത്തു വരുന്നുണ്ട്. അജാസിന്റെ നിർദ്ദേശത്തെ കൂടി തുടർന്നാണ് അഭിജിത്തുമായി വിവാഹത്തിന് പിന്നീട് ഈ പെൺകുട്ടി സമ്മതിച്ചത്. ഇതിന്റെ പേരിൽ ചില തർക്കങ്ങൾ ഉണ്ടായിരുന്നുവെന്നാണ്. പിന്നീട് മൂവരും കാറിൽ സഞ്ചരിക്കുകയും പാലോട് നിന്ന് തിരുവനന്തപുരം നഗരത്തിലേക്ക് സഞ്ചരിച്ചു എന്നാണ് ഇപ്പോൾ കസ്റ്റഡിയിലുള്ളവർ മൊഴി നൽകിയിട്ടുള്ളത്. ആ കാര്യം പോലീസ് പരിശോധിക്കുന്നുണ്ട്. ഇവരുടെ ടവർ ലൊക്കേഷൻ ഇതുവരെ ടൗണിൽ ലൊക്കേറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല. അതുകൊണ്ട് തന്നെ വിശദമായ പരിശോധന നടക്കുന്നുണ്ട്. ഏതായിരുന്നാലും മൊഴി ഇങ്ങനെയാണ്: അവർ പാലോട് നിന്ന് തിരുവനന്തപുരം നഗരത്തിലേക്ക് യാത്ര ചെയ്യുകയും കാറിൽ വെച്ച് പെൺകുട്ടിയെ അജാസ് മർദ്ദിക്കുകയും ചെയ്തു എന്ന കാര്യമാണ്. ഈ മുറിപ്പാടുകളാണ് പെൺകുട്ടിയുടെ ശരീരത്തിൽ ഉള്ളതെന്ന നിഗമനത്തിലേക്കാണ് പോലീസ് ഇപ്പോൾ എത്തുന്നത്. മാത്രമല്ല, അഭിജിത്തിന്റെ അമ്മുമ്മ, അതായത് മരണം നടക്കുമ്പോൾ ഇതൊരു തൂങ്ങിമരണമെന്നാണ് പ്രാഥമിക നിഗമനം. ഈ മരണം നടക്കുമ്പോൾ അതിന് തൊട്ട് മുൻപ്, ഇങ്ങനെ മരിക്കുന്നതിന് മുൻപ് ഇന്ദുജ ആരെയോ ഫോൺ ചെയ്തിരുന്നു, ഫോണിൽ മറ്റാരുമായോ സംസാരിച്ചിരുന്നു എന്ന കാര്യം അഭിജിത്തിന്റെ അമ്മുമ്മ പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട്. ഇത് അജാസ് ആണ് എന്ന കാര്യമാണ് ഇപ്പോൾ പോലീസ് സ്ഥിരീകരിക്കുന്നത്. ഏറ്റവും ഒടുവിൽ അജാസിനെ ഇന്ദുജ ഫോണിൽ വിളിച്ചിരുന്നു എന്ന കാര്യം കൂടി സ്ഥിരീകരിക്കുന്നുണ്ട്. ഏതായിരുന്നാലും ഈ മൂവരും തമ്മിൽ പരിചയമുണ്ടായിരുന്നവരാണ്. അജാസ് ഏത് സാഹചര്യത്തിലാണ് ഇന്ദുജയെ മർദ്ദിച്ചത് എന്നതടക്കമുള്ള കാര്യങ്ങൾ ഇനി കണ്ടെത്തേണ്ടതുണ്ട്. തീർച്ചയായും വി വിനോദാണ് വിവരങ്ങൾ നൽകിയത്. തടസ്സം മാറാതെ ആ പേജുകൾ പുറത്തുവരില്ല. തടസ്സ ഹർജി കൂടി വന്നതോടെ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ സർക്കാർ പൂഴ്ത്തിയ ഭാഗങ്ങൾ പുറത്തുവിടുന്നതിൽ അനിശ്ചിതത്വം തുടരുന്നു. തടസ്സ ഹർജി നൽകിയത് ആരെന്ന വിവരം പുറത്തുവരാൻ വിവരാവകാശ കമ്മീഷൻ തയ്യാറാകുന്നുമില്ല എന്നതാണ് വിചിത്രം. തടസ്സ ഹർജിയിൽ തീരുമാനമായ ശേഷമേ ഒഴിവാക്കിയ ഭാഗങ്ങൾ പുറത്തുവിടണമെന്ന അപ്പീലിൽ ഉത്തരവ് ഇറക്കാനാകൂ എന്നാണ് കമ്മീഷന്റെ വിശദീകരണം. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വിവരാവകാശ നിയമപ്രകാരം പുറത്തുവിട്ടപ്പോൾ 5 പേജുകളും 11 ഖണ്ഡികകളും ആസൂത്രിതമായി ഒഴിവാക്കിയെന്ന മാധ്യമപ്രവർത്തകരുടെ അപ്പീലാണ് കമ്മീഷന്റെ പരിഗണനയിലുള്ളത്. ഇതിൽ രാവിലെ 11-ന് ഉത്തരവിറക്കുമെന്നായിരുന്നു അറിയിപ്പ്. അതനുസരിച്ച് അപ്പീൽ നൽകിയവരും മാധ്യമങ്ങളും വിവരാവകാശ കമ്മീഷൻ ഓഫീസിലെത്തി. 11:15 ഇന്ന് ഉത്തരവുണ്ടാകില്ലെന്ന് അറിയിപ്പുണ്ടായി. ആരാണ് പരാതിക്കാരെന്നോ എന്താണ് പരാതിയെന്നോ വിവരാവകാശ കമ്മീഷൻ വ്യക്തമാക്കുന്നില്ല. വിവരാവകാശ കമ്മീഷനോ ഹൈക്കോടതിയോ പറയുന്ന ഏത് വിവരവും പുറത്തുവിടാൻ സർക്കാർ തയ്യാറാണെന്നും മന്ത്രി സജി ചെറിയാൻ പ്രതികരിച്ചിരുന്നു. ഇനി ഏതെങ്കിലും ഭാഗം പുറത്തുവിടുന്നതിന് ഗവൺമെന്റിന് തടസ്സമില്ല. കാരണം ബഹുമാനപ്പെട്ട ഹൈക്കോടതി മുമ്പിലിരിക്കുന്ന കാര്യമാണ്. ഹൈക്കോടതി പറയുകയാണ്, അത് ഹൈക്കോടതി തന്നെ പുറത്തുവിട്ടോട്ട്. അല്ലെങ്കിൽ കമ്മീഷൻ പറഞ്ഞാൽ പുറത്തുവിടുന്നതിന് ഞങ്ങൾക്ക് തടസ്സമില്ല. കാരണം ഹൈക്കോടതിയുടെ മുമ്പിലിരിക്കുന്ന ഒരു വിഷയത്തിൽ ബഹുമാനപ്പെട്ട ഹൈക്കോടതി നിർദ്ദേശമാണ് സർക്കാർ പാലിക്കപ്പെടുന്നത്. വിവരാവകാശ കമ്മീഷന് ഉള്ള അധികാരവും അവകാശം എന്താണോ അതനുസരിച്ച് അപ്പീലിന്മേൽ അവർ തീരുമാനം പറഞ്ഞാലും ഞങ്ങൾക്കൊന്നും മറച്ചു വെക്കാനില്ല. ഞങ്ങളെന്തിനാ മറച്ചു വെക്കുന്നത്? റിപ്പോർട്ടിലെ 97 മുതൽ 107 വരെയുള്ള ഖണ്ഡികകളും 49 മുതൽ 53 വരെയുള്ള പേജുകളും ഒഴിവാക്കിയെന്ന പ്രചരണത്തിനിടയാക്കിയത് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുണ്ടായ വീഴ്ചയാണെന്നായിരുന്നു സാംസ്കാരിക വകുപ്പിന്റെ നിലപാട്. അക്കാര്യത്തിൽ ഖേദപ്രകടനത്തിന് തയ്യാറായെന്നും സാംസ്കാരിക വകുപ്പ് വിവരാവകാശ കമ്മീഷൻ അറിയിച്ചിരുന്നു. അത് തള്ളിക്കൊണ്ടാണ് കമ്മീഷൻ വീണ്ടും റിപ്പോർട്ട് വിളിച്ചുവരുത്തി പരിശോധിച്ചത്. ഒഴിവാക്കിയ 101 ഖണ്ഡിക പുറത്തുവിടാൻ വിവരാവകാശ കമ്മീഷണർ അബ്ദുൽ ഹക്കീം ഇന്ന് ഉത്തരവിടുമെന്നായിരുന്നു സൂചന. ന്യൂസ് 18 കൊച്ചി.
മധു മുല്ലശ്ശേരി തികഞ്ഞ വർഗീയവാദിയാണെന്ന് മനസ്സിലാക്കുന്നതിൽ പാർട്ടിക്ക് തെറ്റുപറ്റിയെന്ന് CPM. തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറി വി ജോയ്. വർഷങ്ങളോളം പാർട്ടി നൽകിയ ക്ലാസുകൾ മധു ഉൾക്കൊണ്ടില്ല എന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. മധു തികഞ്ഞ ജാതീയത കൊണ്ടു നടക്കുന്നയാളാണെന്ന് മനസ്സിലാക്കാൻ പാർട്ടിക്ക് കഴിഞ്ഞില്ല എന്നും വി ജോയ് ന്യൂസ് 18 Q18. ഇയാൾ ഈ രൂപത്തിലും ഭാവത്തിലും എല്ലാം പാർട്ടിയിൽ വന്നപ്പോഴും ഞങ്ങൾ കൊടുത്ത ക്ലാസ്സുകളും ഞങ്ങൾ പറഞ്ഞു പഠിപ്പിച്ച കാര്യങ്ങളും ഒന്നും ഇദ്ദേഹത്തിൻ്റെ മനസ്സിൽ പോയില്ല. ഒരു തികഞ്ഞ ഒരു വർഗീയ മനസ്സിനുള്ളിൽ സൂക്ഷിച്ച ആളാണെന്നുള്ളത് ഞങ്ങൾക്ക് ഇപ്പോൾ ഈ സംഭാഷണം വരുമ്പോഴാണ് ഞങ്ങൾക്ക് മനസ്സിലായത്. ഇടയ്ക്ക് കമ്മിറ്റികളിൽ സഹാക്കൾ എന്നോട് പറയാറുണ്ട്, ഒരു തൻ്റേട് തരം, എല്ലാവരും എൻ്റെ കീഴെയാണ് എന്ന ഒരു നിലപാട്, ധാർഷ്ട്യം, ധിക്കാരം, ബാക്കിയുള്ളവരെല്ലാം പുച്ഛമാണ്, എല്ലാവരോടും പുച്ഛമാണ്. ഇങ്ങനെ ചില സമീപനം തുടരെ ഈ ഏരിയ സെക്രട്ടറി സ്വീകരിക്കാറുണ്ട് എന്ന് പാർട്ടിയിലെ ഏരിയ കമ്മിറ്റി മെമ്പർമാരും താഴെ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിമാരും എല്ലാം പരാതി പലപ്പോഴായിട്ട് എന്നോട് പറയാറുണ്ടായിരുന്നു. പക്ഷെ അതിപ്പോഴാണ് മനസ്സിലായത്, ഇയാളുടെ മനസ്സിൽ തികഞ്ഞ ഒരു വർഗീയവാദിയാണ്, അല്ലെങ്കിൽ ജാതി കൊണ്ടു നടക്കുന്നയാളാണെന്ന് ഇപ്പോഴാണ് മനസ്സിലായത്. അത് ശരിയാണ്, നിങ്ങൾ പറഞ്ഞത് ശരിയാണ്. അങ്ങനെ ഒരാളെ നമുക്ക് ആ നിലയിൽ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിച്ചില്ല. സൗദി ജയിലിൽ കഴിയുന്ന അബ്ദുറഹീമിന്റെ മോചനത്തിൽ അന്തിമ ഉത്തരവ് ഇന്നുണ്ടായേക്കും. റിയാദിലെ ക്രിമിനൽ കോടതി കേസ് ഇന്ന് വീണ്ടും പരിഗണിക്കും. ജയിൽ മോചന വാർത്തയ്ക്കായി കാത്തിരിക്കുകയാണ് അബ്ദുറഹീമിന്റെ കുടുംബം. 18 വർഷമായി സൗദി ജയിലിൽ കഴിയുന്ന അബ്ദുറഹീമിന്റെ മോചനവുമായി ബന്ധപ്പെട്ട കേസ് കഴിഞ്ഞ നവംബർ 17-നാണ് കോടതി അവസാനമായി പരിഗണിച്ചത്. അന്ന് ഉത്തരവുണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചിരുന്നുവെങ്കിലും റിയാദിലെ ക്രിമിനൽ കോടതി കേസ് ഇന്ന് പരിഗണിക്കാനായി മാറ്റിവെക്കുകയായിരുന്നു. ജൂലൈ 2-ന് വധശിക്ഷ റദ്ദാക്കിയെങ്കിലും പബ്ലിക് ഒഫൻസുമായി ബന്ധപ്പെട്ട കേസ് തീർപ്പാക്കാത്തതിനാലാണ് ജയിൽ മോചനം നീണ്ടുപോയത്. പ്രോസിക്യൂഷൻ സമർപ്പിച്ച സത്യവാങ്മൂലത്തിലെ കണ്ടെത്തലുകളാണ് അവസാനം കേസ് പരിഗണിച്ചപ്പോൾ റഹീമിന് തിരിച്ചടിയായത്. 2006-ലാണ് റഹീം സൗദിയിലെത്തിയത്. ജോലിക്കെത്തി 1 മാസം തികയും മുൻപ് സ്പോൺസറായ സൗദി പൗരന്റെ മകൻ മരിച്ച കേസിലാണ് ജയിലിൽ അടക്കപ്പെട്ടത്. മരിച്ചയാളുടെ കുടുംബം ആവശ്യപ്പെട്ട ദിയാധനം നൽകിയതിനെ തുടർന്നാണ് പിന്നീട് വധശിക്ഷയിൽ നിന്നും ഒഴിവാക്കിയത്. 18 വർഷത്തെ കാത്തിരിപ്പിന് വിരാമമിട്ട് മാതാവ് ഫാത്തിമ കഴിഞ്ഞ മാസം റഹീമിനെ ജയിലിലെത്തി കണ്ടിരുന്നു. നാളെ മോചനത്തിനുള്ള ഉത്തരവുണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് റഹീമിന്റെ ഉമ്മ ഫാത്തിമയും മറ്റു ബന്ധുക്കളും. മോചന ഉത്തരവുണ്ടായാലും മേൽക്കോടതിയും ഗവർണറേറ്റും ഇത് അംഗീകരിക്കേണ്ടതുണ്ട്. അതിനുശേഷം മാത്രമാകും ജയിൽ മോചനം സാധ്യമാകുക. ന്യൂസ് ഡെസ്ക് ന്യൂസ് 18. ശരണമന്ത്രമുഖരിതം സന്നിധാനം. ശബരീശ ദർശനം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മിൽമ ഗീ. വ്രതശുദ്ധിയുടെയും നന്മയുടെയും നാളുകൾ പരിശുദ്ധമാക്കാം മിൽമയ്ക്കൊപ്പം. ശബരിമലയിൽ ഭക്തജന തിരക്ക് തുടരുന്നു. ഇന്നലെ 86,325 തീർത്ഥാടകരാണ് ദർശനം നടത്തിയത്. പുല്ലുമേട് വഴി സന്നിധാനത്തെത്തിയത് 4,650 തീർത്ഥാടകരാണ്. ഈ സീസണിൽ പുല്ലുമേട് വഴി ഏറ്റവും കൂടുതൽ തീർത്ഥാടകർ എത്തിയത് ഇന്നലെയായിരുന്നു. ശബരിമലയിൽ വലിയ തിരക്ക് തുടരുന്ന കാഴ്ചയാണ് കഴിഞ്ഞ 2-3 ദിവസമായി കാണാൻ സാധിക്കുന്നത്. 6-ാം തീയതിയായിരുന്നു റെക്കോർഡ് തിരക്കുണ്ടായിരുന്നത്. അത് വീണ്ടും അത് തുടരുകയാണ്. ഇന്നിപ്പോൾ ഈ ദൃശ്യങ്ങളിലേക്ക് പോയാലും അത് തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. രാവിലെ മുതൽ നല്ല തിരക്ക് സന്നിധാനത്ത് അനുഭവപ്പെടുന്നുണ്ട്. ഇന്നലെ ഏറ്റവും ഒടുവിൽ പുറത്തുവന്ന കണക്ക് പ്രകാരം 86,335 തീർത്ഥാടകർ ദർശനത്തിനെത്തി എന്നുള്ളതാണ്. അതായത് സമീപകാലങ്ങളിൽ ഈ 6-ാം തീയതി കണക്ക് കഴിഞ്ഞു കഴിഞ്ഞാൽ അതിന് തൊട്ടു താഴെയുള്ളത് കഴിഞ്ഞ 28-ാം തീയതിയായിരുന്നു ഏറ്റവും കൂടുതൽ തീർത്ഥാടകർ എത്തിയത്. പക്ഷെ അതിനും അപ്പുറത്തേക്ക് 86,335 എന്ന നിലയിലേക്ക് ഈ സീസണിലെ റെക്കോർഡ് തിരക്കിൽ 2-ാം സ്ഥാനത്തേക്ക് ഇന്നലത്തെ തിരക്ക് ഫലത്തിൽ എത്തുകയാണ് ചെയ്തത് എന്ന് തന്നെ പറയേണ്ടി വരും. എന്തായാലും വലിയ തിരക്ക് തുടരുമ്പോൾ പുല്ലുമേട് പോലെയുള്ള, അതായത് പരമ്പരാഗത കാനന പാത വഴിയുള്ള തിരക്കും തുടരുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. പുല്ലുമേട് വഴി ഏറ്റവും കൂടുതൽ തീർത്ഥാടകർ എത്തിയത് ഇന്നലെയാണ്. 4,650 തീർത്ഥാടകരാണ് ഇന്നലെ സന്നിധാനത്ത് ദർശനത്തിനായി എത്തിയത്. ഇന്നലെയും മിനിഞ്ഞാന്നുമൊക്കെ ഈ ശരംകുത്തിയും കഴിഞ്ഞ് മരക്കൂട്ടം വരെ ക്യൂ നീണ്ടു നിൽക്കുന്ന ഒരു സ്ഥിതിവിശേഷമായിരുന്നു നമുക്ക് കാണാൻ കഴിഞ്ഞത്. ഇന്നും അതേ സമാനമായ സ്ഥിതിവിശേഷമാണ്
ഉള്ളത് എന്നുള്ളതാണ്. അതിരാവിലെ തന്നെ നല്ല തിരക്കുണ്ടായിരുന്നു. ആദ്യ മണിക്കൂറുകളിൽ തന്നെ ഏതാണ്ട് 30,000-ലേക്കൊക്കെ, അതായത് ഒരു 8-9 മണി വരെയുള്ള 8 മണി വരെയുള്ള കണക്ക് പ്രകാരം തന്നെ ഏതാണ്ട് 25,000 പിന്നിടുന്ന നിലയിലേക്ക് ഭക്തരുടെ എണ്ണം എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. ആശ്വാസകരമായിട്ടുള്ളത് കൃത്യമായ നിയന്ത്രണങ്ങൾ ഒക്കെ ഉള്ളതുകൊണ്ട് തന്നെ ഈ നടപ്പന്തൽ പോലുള്ള പ്രദേശത്താണ് കൂടുതൽ സമയവും ഭക്തർക്ക്, ഈ തണലുള്ള പ്രദേശങ്ങളിൽ ഭക്തർക്ക് ക്യൂ നിൽക്കേണ്ടി വരുന്നു. അപ്പുറത്ത് വലിയ തിരക്ക് അനുഭവപ്പെടുന്നില്ല എന്ന് തന്നെ പറയേണ്ടി വരും. അപൂർവം സമയങ്ങളിൽ മാത്രമാണ് ഈ മരക്കൂട്ടം വരെയുള്ള സമയങ്ങളിൽ തിരക്ക് അനുഭവപ്പെടുന്നത്. എന്തായാലും ഈ നടപ്പന്തലിന്റെ ദൃശ്യങ്ങളാണ് കാണുന്നത്. വലിയ നടപ്പന്തലിൽ വലിയ തിരക്ക് തന്നെ തുടരുന്ന സ്ഥിതിവിശേഷമാണുള്ളത്. ഒരു പരിധിവരെ ആശ്വാസകരമാണ്. പമ്പയിലടക്കം പാർക്കിംഗ് ഒക്കെ ഉള്ളതുകൊണ്ട് വഴിയിൽ അങ്ങനെ വാഹനം പിടിച്ചിടേണ്ട സ്ഥിതിവിശേഷം ഉണ്ടാകുന്നില്ല എന്ന് തന്നെ പറയേണ്ടി വരും. എന്തായാലും ഭക്തജന തിരക്ക് തുടരുന്നു, ഓരോ ദിവസവും കഴിഞ്ഞ് തുടർന്നു വരുന്നു. പക്ഷേ വലിയ ബുദ്ധിമുട്ട്, അതായത് വലിയ സുഗമമായ രീതിയിൽ തന്നെ കാര്യങ്ങൾ പോകുന്നു. കാര്യമായ ബുദ്ധിമുട്ടുകളിലേക്ക് തീർത്ഥാടകർ എത്തുന്നില്ല എന്നുള്ളത് ആശ്വാസകരം തന്നെയാണ്. പതിവ് തെറ്റിക്കാതെ അയ്യപ്പന് വനവിഭവങ്ങളുമായി അഗസ്ത്യാർകൂടത്തെ ഗോത്രവിഭാഗമായ കാണിമാർ ഇത്തവണയും എത്തി. 150 അംഗ സംഘമാണ് ഇത്തവണ ശബരിമല സന്നിധാനത്തെത്തിയത്. സംഘാംഗങ്ങളിൽ പലരും ശബരിമല ദർശനത്തിന് വേണ്ടി മാത്രമാണ് കാട് വിട്ടിറങ്ങുന്നത്. അഗസ്ത്യനിൽ നിന്നും ശബരിയുടെ പൂങ്കാവനത്തിലേക്ക് അവർ ഒരുമിച്ചെത്തി, കാട്ടിൽ നിന്ന് ശേഖരിച്ച വനവിഭവങ്ങളുമായി. മുളങ്കുറ്റിയിൽ നിറച്ച കാട്ടുതേൻ, കാട്ടിൽ വിരിഞ്ഞ കദളിക്കുല, കരിമ്പ്, കാട്ടുകുന്തിരിക്കം, മുളയിലും ഈറ്റയിലും ചൂരലിലും തീർത്ത പൂക്കുടകൾ, പെട്ടികൾ. അങ്ങനെ ഭക്തർ പതിവായി സമർപ്പിക്കുന്ന കാണിക്കയിൽ നിന്നൊക്കെ വ്യത്യസ്തമായി ഇവരുടെ സമർപ്പണം. കോട്ടൂർ മുണ്ടണി മാടന്തമ്പുരാൻ ക്ഷേത്രത്തിൽ നിന്നും വന്ന അയ്യപ്പ ഭക്തരാണ്. എല്ലാവരും അഗസ്ത്യകൂട പർവ്വതത്തിന്റെ അടിവാരത്തുള്ള വിവിധ സെറ്റിൽമെന്റുകളിൽ താമസിക്കുന്ന ആദിവാസി വിഭാഗത്തിൽപ്പെട്ട കാണി വിഭാഗം എന്നറിയപ്പെടുന്ന വിഭാഗത്തിൽ നിന്നുള്ള ഭക്തരാണ്. വർഷങ്ങൾക്ക് മുമ്പ് കാൽനടയായി തന്നെ ആദിവാസി മൂപ്പന്മാർ ശബരിമല എന്ന കാനന ക്ഷേത്രത്തിൽ വരികയും വനവിഭവങ്ങളായ ചെറുതേന്, കാട്ടുകുന്തിരിക്കം, കാട്ടിലെ കദളിക്കൊല തുടങ്ങിയ ഈറ്റയിലും ചൂരലിലും തീർത്ത പെട്ടി, കുട്ട, പൂവട്ടികൾ, ഇങ്ങനെ പലവിധ സാധനങ്ങൾ അയ്യപ്പസ്വാമിക്ക് കാഴ്ചവെച്ചിരുന്നു. അതിനെ പിൻപറ്റി അവരുടെ പിൻതലമുറക്കാരും ആ ആചാരം ഇന്നും മുറതെറ്റാതെ തന്നെ വളരെ കൃത്യമായി നടക്കുന്നു. കുഞ്ഞയ്യപ്പന്മാരും മാളികപ്പുറങ്ങളും അടക്കം 150ഓളം പേരാണ് സംഘത്തിലുണ്ടായിരുന്നത്. ദർശന പുണ്യത്തോടെ മടങ്ങുമ്പോൾ വീണ്ടും അടുത്ത മണ്ഡലകാലത്തിനായുള്ള കാത്തിരിപ്പിലാണ് അഗസ്ത്യവനത്തിന്റെ അവകാശികൾ. ക്യാമറമാൻ ബിബിൻ മുരളിക്കൊപ്പം ജി ശ്രീജിത്ത്, ന്യൂസ് 18 സന്നിധാനം. ശബരീശ ദർശനം നിങ്ങൾക്കായി സമർപ്പിച്ചത് മിൽമാഗി. വ്രതശുദ്ധിയുടെയും നന്മയുടെയും നാളുകൾ പരിശുദ്ധമാക്കാം മിൽമയ്ക്കൊപ്പം. ADM നവീൻ ബാബുവിന്റെ അടിവസ്ത്രത്തിൽ രക്തക്കറ ഉണ്ടായിരുന്നതായി പോലീസ്. ഒക്ടോബർ 15-ന് കണ്ണൂർ ടൗൺ പോലീസ് തയ്യാറാക്കിയ ഇൻക്വസ്റ്റ് റിപ്പോർട്ടിലാണ് ഈ പരാമർശം. എന്നാൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ രക്തക്കറയുടെയോ പരിക്കിന്റെയോ പരാമർശമില്ല. FIR-ലും മറ്റ് സംശയങ്ങൾ പറയുന്നില്ല. ശശിനാരായൺ ചേർന്ന വിവരങ്ങളുമായി. ശശിനാരായൺ, ഈ നവീൻ ബാബുവിന്റെ അടിവസ്ത്രത്തിൽ രക്തക്കറ ഉണ്ടായിരുന്നുവെന്ന് പോലീസ് പറയുന്നു. പക്ഷേ ഈ FIR-ലും അതേപോലെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലും ഈ പരാമർശങ്ങളൊന്നുമില്ല. എന്തുകൊണ്ടായിരിക്കും? എന്താണ് സംഭവിച്ചത്? വിശദാംശങ്ങൾ. അത് തന്നെയാണ് കാരണം. ബന്ധുക്കളും അത്തരമൊരു ആരോപണം ഉന്നയിക്കുന്നു. കാരണം കണ്ണൂർ പോലീസ് നവീൻ ബാബു മരിച്ച ഒക്ടോബർ 15-ന് തയ്യാറാക്കിയ ഇൻക്വസ്റ്റ് റിപ്പോർട്ടിലാണ് ഈ പറയുന്ന പരാമർശമുള്ളത്. കാരണം
അടിവസ്ത്രത്തിൽ രക്തക്കറ ഉണ്ടായിരുന്നു എന്നതായി സൂചിപ്പിക്കുന്നു. അതേസമയം പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ഇത്തരം കാര്യങ്ങളൊന്നും തന്നെ പരാമർശിക്കുന്നില്ല. സാധാരണ തൂങ്ങി മരണത്തിൽ കാണാനുള്ള ലക്ഷണങ്ങളാണ് ഉണ്ടായിരുന്നെന്നുള്ളതാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് സൂചിപ്പിക്കുന്നത്. ആന്തരിക അവയവങ്ങളിലോ അതോ ബാഹ്യമായ പരിക്കുകളോ ഒന്നും തന്നെ ഇല്ലെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് സൂചിപ്പിച്ചിട്ടുള്ളത്. പക്ഷേ ഇത് തമ്മിലുള്ള ഒരു വ്യത്യാസമാണ് കുടുംബം ഇപ്പോൾ ഉന്നയിക്കുന്നത്. കുടുംബത്തിന്റെ ബന്ധു കൂടിയായ അനിൽ പി നായരാണ് ഇത്തരമൊരു കാര്യം കൂടി ഉന്നയിച്ചിട്ടുള്ളത്. എന്തായാലും ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ഒരു വിശ്വാസ്യത ഇല്ല എന്നുള്ള കാര്യം കൂടി അവർ വ്യക്തമാക്കുന്നു. ഇതെല്ലാം സാധാരണഗതിയിൽ പോലീസ് പറയുന്നത് നവീൻ ബാബു തൂങ്ങി മരിച്ചതാണെന്നുള്ള നിഗമനത്തിലെത്താനുള്ള സാഹചര്യങ്ങളൊക്കെ നിലനിൽക്കുമ്പോഴാണ് ഇത്തരത്തിലുള്ള ഒരു പരാമർശം കൂടി വരുന്നത്. ഇൻക്വസ്റ്റ് റിപ്പോർട്ടിലുണ്ടായ ഈ പരാമർശം രക്തക്കറ നവീൻ ബാബുവിന്റെ അടിവസ്ത്രത്തിൽ രക്തക്കറ ഉണ്ടായിരുന്നു എന്നുള്ളത് സാധാരണഗതിയിൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് നടത്തുമ്പോൾ ഇത് ഡോക്ടർമാർ പരിശോധിക്കുന്നതാണ്. സർജൻ അത്തരം കാര്യങ്ങൾ പരിശോധിച്ച് അത്തരം കാര്യങ്ങളുടെ ഒരു വിശദീകരണം കൂടി പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ഉണ്ടാകണം എന്ന് നവീൻ ബാബുവിന്റെ കുടുംബം ആരോപിക്കുന്നു. ആ കാര്യങ്ങളൊന്നും തന്നെ ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ഇല്ല എന്നുള്ള ഒരു ദുരൂഹത കൂടി കുടുംബം മുന്നോട്ട് വെക്കുന്നു. എന്തായാലും കൃത്യമായി പോലീസ് ഇപ്പോഴും പറയുന്നത് നവീൻ ബാബുവിന്റെ മരണം ആത്മഹത്യയാണെന്നാണ്. പക്ഷെ അതാണ് അവിടെയാണ് സംശയം. കാരണം ഇൻക്വസ്റ്റ് റിപ്പോർട്ടിൽ പറയുന്ന കാര്യങ്ങൾ സ്വാഭാവികമായും FIR-ലെങ്കിലും ഉണ്ടാവേണ്ടതാണ്. എന്തുകൊണ്ടായിരിക്കും അവിടെ അത് ഒഴിവായത്? ഭവ്യ, അത് തന്നെയാണ് ഒരു വലിയ ആരോപണമായി നിലനിൽക്കുന്നത്. കാരണം അത്തരം കാര്യങ്ങൾ ഈ ഇൻക്വസ്റ്റ് റിപ്പോർട്ടിലും അതുപോലെ തന്നെ FIR-ലും ഉൾപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ കാണാതെ വരുന്നതുകൊണ്ട് തന്നെയാണ് ഇതിൽ ദുരൂഹത ആരോപിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് CBI അന്വേഷണം വേണമെന്നുള്ള ഒരു നിലപാടിൽ കുടുംബം ഉറച്ചു നിൽക്കുന്നത്. പോലീസിന്റെ കണ്ണൂർ പോലീസ് തയ്യാറാക്കിയ ഇൻക്വസ്റ്റ് റിപ്പോർട്ടിൽ ആദ്യഘട്ടത്തിൽ ഇത്തരം കാര്യങ്ങളെല്ലാം കണ്ടെത്തിയിട്ടും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ കാണുന്നില്ല. സാധാരണയായി തൂങ്ങി മരിക്കുമ്പോഴുള്ള ലക്ഷണങ്ങൾ മാത്രമാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ സൂചിപ്പിച്ചിട്ടുള്ളത്. അതായത് ആന്തരിക ഉള്ള അവയവങ്ങൾക്കുള്ള കേടുപാടുകളോ ബാഹ്യമായ ഒരു പരിക്കുകളോ ഇല്ലെന്നുള്ള നിലപാടിൽ തന്നെയാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലുള്ളത്. അത് പാടെ തള്ളിക്കളയുന്ന രീതിയിലാണ് ഇപ്പം ഇൻക്വസ്റ്റ് റിപ്പോർട്ടിലെ കാര്യം കൂടി പുറത്തു വന്നിരിക്കുന്നത്. സ്വാഭാവികമായും കുടുംബം ഉന്നയിക്കുന്ന ആരോപണങ്ങളിലേക്ക് എത്തുന്നു, കൊലപാതകം എന്ന രീതിയിൽ എത്തുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും വിശദമായ ഒരു അന്വേഷണം ആവശ്യമാണ് എന്നുള്ള കാര്യം കൊണ്ട് തന്നെയാണ് CBI അന്വേഷണം ഈ കേസുമായി ബന്ധപ്പെട്ട് വേണമെന്നുള്ള കുടുംബം മുന്നോട്ട് വെക്കുന്നത്. അതെന്തായാലും 12-ാം തീയതിക്ക് ശേഷമുള്ള കാര്യത്തിലായിരിക്കും ഒരു തീരുമാനം ഉണ്ടാകുക. ഭവ്യ, ശരി. ശശി നാരായണനാണ് വിവരങ്ങൾ പങ്കുവച്ചത്. താരദമ്പതികളായ ജയറാമിന്റെയും പാർവതിയുടെയും മകനും നടനുമായ കാളിദാസ് ജയറാം വിവാഹിതനായി. മോഡൽ തരുണി കലിംഗരായരാണ് വധു. ഗുരുവായൂർ രാവിലെ 7:15-നും 8-നും ഇടയിലായിരുന്നു വിവാഹം. മന്ത്രി PM മുഹമ്മദ് റിയാസ്, കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി തുടങ്ങിയവർ വിവാഹത്തിൽ പങ്കെടുത്തു. ഭയങ്കര നെർവസ് ആയിരുന്നു. പക്ഷെ വൺസ് ആ ഗുരുവായൂർ അമ്പലത്തിൽ കയറി കഴിഞ്ഞപ്പോഴത്തേക്കും ഭയങ്കര ഒരു കാം കണ്ടന്റ് സാറ്റിസ്ഫൈഡ് ഫീലായിരുന്നു. എൻ്റെ ലൈഫിലൊരു പുതിയ ജേർണിയാണ്, പുതിയ ഫേസാണ്. വിത്ത് മൈ പാർട്ട്ണർ താരിണി. ഞങ്ങൾക്കൊരു ഓൾമോസ്റ്റ് 3 years ആയിട്ട് വി നോ ഈച്ച് അതർ. അപ്പോൾ ഈ ഒരു പുതിയ ഫേസിലേക്ക് കടക്കുമ്പോൾ നിങ്ങളെല്ലാവരും വന്ന് ഞങ്ങളെ ബ്ലെസ് ചെയ്തതിൽ താങ്ക് യു സോ മച്ച്. ആൻഡ് ഓൾസോ എൻ്റെ സൈഡിൽ നിന്ന് ഇന്ന് ഞങ്ങളുടെ ഇത്രയും തിരക്ക് കാരണം ഗുരുവായൂർ അമ്പലത്തിൽ ആർക്കെങ്കിലും എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടെങ്കിൽ വി അപ്പോളജൈസ് ഫ്രം അവർ സൈഡ്. ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ ബ്ലെസ്സിങ് അസ്. അത് ഞാൻ ഓൾറെഡി പറഞ്ഞത്, എനിക്ക് അങ്ങനെ വേർഡ്സ് ആയിട്ട് എനിക്ക് പറയാൻ അറിയില്ല. ഇങ്ങനെ ഒരു ഇമോഷണൽ മൊമെൻറ്റ്, വേർഡ്സ് ആർ നോട്ട് ഇനഫ് ടു എക്സ്പ്ലെയിൻ സംതിങ് ലൈക്ക് ദാറ്റ്. സോ ഐ ഡോണ്ട് വാണ്ട് ടു സേ സംതിങ് ആൻഡ് വേർഡ്സ് ആർ ജസ്റ്റ് നോട്ട് ഇനഫ്. സോ ഭയങ്കര ഇമ്പോർട്ടൻറ്റ് ഡേ ആണ് എൻ്റെ ലൈഫിൽ. ഭയങ്കര ഇമോഷണൽ മൊമെൻ്റ് ആയിരുന്നു. ആൻഡ് ഇറ്റ് സ്റ്റിൽ ഫീൽസ് ലൈക്ക് ഭയങ്കര അൺറിയൽ. അപ്പോൾ ഭയങ്കര ഹാപ്പി. എവ്രി വൺ ഈസ് വെരി ഹാപ്പി. താങ്ക് യു സോ മച്ച് എല്ലാവരും. താങ്ക് യു സോ മച്ച്. ഇല്ല, അങ്ങനെ പ്രത്യേകിച്ച് ഗുരുവായൂരപ്പൻ്റെ നടയിൽ താലി ചാർത്തി കഴിഞ്ഞാൽ പിന്നെ എല്ലാ ചടങ്ങുകളും കഴിഞ്ഞു, വേറെ ഒന്നുമില്ല. അതൊരു ചെന്നൈയിൽ വെച്ചിട്ടൊരു ഇത് മാത്രമുണ്ടല്ലോ. സുരേഷ് എല്ലാം സഹോദരൻ തന്നെയാണ് ഞങ്ങളുടെ എല്ലാ കാര്യത്തിലും. എപ്പോഴും ഉണ്ടല്ലോ എല്ലാ കാര്യത്തിലും. എത്ര വർഷമായിട്ട് സുരേഷ് ഞങ്ങളുടെ വീട്ടിലൊരു മൂത്ത ജ്യേഷ്ഠൻ തന്നെയാണ്, എൻ്റെ മശൂദര്. അല്ല, അതാണ് ഞാൻ പറഞ്ഞത്. ഇന്ന് എല്ലാവരും ചേർന്നിട്ട് ചുറ്റും ആയിരക്കണക്കിന് ആളുകൾ നിന്നിട്ട് അവരുടെ ഒരു അനുഗ്രഹം ഞാനിങ്ങനെ ചുറ്റും കണ്ണോടിച്ച് കാണുകയായിരുന്നു. അതായിരുന്നു ഏറ്റവും വലിയ സന്തോഷം. രാജു ഗുരുവായൂർ ചേർന്നു വിവരങ്ങളുമായി. രാജു, കാളിദാസ് ജയറാമിന്റെ വിവാഹം കഴിഞ്ഞിരിക്കുന്നു. സുരേഷ് ഗോപിക്ക് അപ്പുറത്തേക്ക് മറ്റാരൊക്കെയായിരുന്നു പ്രമുഖരായി എവിടെ എത്തിയത്?
ഭവ്യ, താരദമ്പതിമാരായ ജയറാമിന്റെയും പാർവതിയുടെയും മകനും നടനുമായ കാളിദാസിന്റെ വിവാഹമാണ് ഇന്ന് രാവിലെ ഗുരുവായൂരിൽ വെച്ച് നടന്നത്. ക്ഷേത്ര സന്നിധിയിൽ രാവിലെ 7:15-നും 8-നും ഇടയിലായിരുന്നു താലികെട്ട്. പ്രമുഖ മോഡലായ താരിണി കലിംഗരായർ ആണ് വധു. പ്രമുഖ നടന്മാരുൾപ്പെടെ, അതായത് സുരേഷ് ഗോപി ഉണ്ടായിരുന്നു, അതുകൂടാതെ സിദ്ദിഖ് ഉണ്ടായിരുന്നു, അതുപോലെ മറ്റു പ്രമുഖ നടന്മാരും ഈ വിവാഹത്തിൽ പങ്കെടുക്കാൻ എത്തിയിരുന്നു. ചലച്ചിത്ര രംഗത്തെ പ്രശസ്തരായ മറ്റു പലരും പങ്കെടുത്തിരുന്നു. കാളിദാസിന്റെ സഹോദരിയായ മാളവികയുടെ വിവാഹവും ഗുരുവായൂരിൽ ഇക്കഴിഞ്ഞ മെയ്യിലാണ് നടന്നത്. 92 സെപ്റ്റംബർ 7-ന് ജയറാമിന്റെയും പാർവതിയുടെയും വിവാഹവും ഗുരുവായൂരിൽ വെച്ചായിരുന്നു നടന്നിരുന്നത്. വലിയ തിരക്കാണ് ഇതുമൂലം ഇന്ന് ഗുരുവായൂരിൽ അനുഭവപ്പെട്ടത്. ഭവ്യ. ശരി, രാജു ഗുരുവായൂരാണ് വിവരങ്ങൾ നൽകിയത്. കണ്ണൂർ പിണറായിയിൽ കോൺഗ്രസ് ഓഫീസിന് തീയിട്ടു. ഇന്ന് KPCC പ്രസിഡന്റ് ഉദ്ഘാടനം ചെയ്യാനിരുന്ന വെണ്ടൂട്ടായി ബൂത്ത് കമ്മിറ്റി ഓഫീസിന് നേരെയാണ് ആക്രമണമുണ്ടായത്. ഓഫീസിനുള്ളിലേക്ക് പെട്രോൾ ഒഴിച്ച് തീയിട്ടു എന്നാണ് നിഗമനം. സംഭവത്തിന് പിന്നിൽ ആരെന്ന് വ്യക്തമല്ല. പോലീസ് അന്വേഷണം ആരംഭിച്ചു. പത്തനംതിട്ട കലഞ്ഞൂർ ഇടത്തറയിൽ അയ്യപ്പന്മാരുടെ വാഹനം അപകടത്തിൽപ്പെട്ട് തീപിടിച്ചു. തെലങ്കാന സ്വദേശികൾ സഞ്ചരിച്ച വാഹനമാണ് അപകടത്തിൽപ്പെട്ടത്. ടയർ പൊട്ടിയതിനെ തുടർന്ന് നിയന്ത്രണം വിട്ട കാർ മതിലിടിച്ച് തീപിടിക്കുകയായിരുന്നു. വാഹനം പൂർണ്ണമായി കത്തിനശിച്ചു. വാഹനത്തിലുണ്ടായിരുന്നവരെ പത്തനാപുരം സർക്കാർ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ആരുടെയും പരിക്ക് ഗുരുതരമല്ല. തിരുവനന്തപുരം കിളിമാനൂരിൽ വാഹനാപകടത്തിൽ യുവാവിന് ദാരുണാന്ത്യം. നിയന്ത്രണം വിട്ട കാർ ബൈക്കിലിടിച്ച് ബൈക്ക് യാത്രികനായ കടയ്ക്കൽ ഇടത്ര സ്വദേശി വിഷ്ണുവാണ് മരിച്ചത്. MC റോഡിൽ ഇന്നലെ രാത്രി 11:30 അപകടം. കിളിമാനൂർ ഭാഗത്തു നിന്ന് നിലമേൽ ഭാഗത്തേക്ക് പോവുകയായിരുന്ന ബൈക്കിൽ എതിർദിശയിൽ നിന്നും വന്ന തിരുവനന്തപുരം പള്ളിച്ചൽ സ്വദേശികൾ സഞ്ചരിച്ചിരുന്ന തമിഴ്നാട് രജിസ്ട്രേഷനിലുള്ള മഹീന്ദ്ര സൈലോ കാർ നിയന്ത്രണം വിട്ട് ഇടിക്കുകയായിരുന്നു. കാനം രാജേന്ദ്രന്റെ ഓർമ്മകൾക്ക് ഒരാണ്ട്. മുന്നണി ബന്ധത്തിനും കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ ഐക്യത്തിനും ഏറ്റവും താൽപര്യം കാണിച്ച CPI സെക്രട്ടറിയായിരുന്നു കാനം. പാർലമെന്ററി രംഗത്തും ട്രേഡ് യൂണിയൻ മേഖലയിലും പിന്നെ പൊതുരാഷ്ട്രീയത്തിലും ഒരുപോലെ വിജയിച്ച നേതാവ്. നന്നേ ചെറുപ്പത്തിൽ തന്നെ നിയമസഭാ സാമാജികൻ എന്ന നിലയിലും പാർട്ടിയുടെ ഉന്നത ഫോറങ്ങളിലും മുദ്ര ചാർത്തിയിരുന്നു കാനം. ട്രേഡ് യൂണിയൻ രംഗത്ത് ദേശീയ തലത്തിലും സാന്നിധ്യം അറിയിച്ചു. സംസ്ഥാന രാഷ്ട്രീയത്തിൽ എന്നും മുന്നണി ബന്ധത്തിന്റെ പ്രാധാന്യം തിരിച്ചറിഞ്ഞിരുന്നു കാനം. ഇടതുമുന്നണിക്ക് സംസ്ഥാനത്ത് ഭരണത്തുടർച്ചയുണ്ടാകാൻ പ്രധാന കാരണങ്ങളിൽ മുന്നണിയിലെ ഐക്യമായിരുന്നു. പല വിഷയങ്ങളിലും CPM-വുമായി കടുത്ത ഭിന്നതകൾ CPI-ക്കുണ്ടായിരുന്നു. അത്തരം ഭിന്നതകൾ തുറന്നു പറയാനും കാനം മടി കാണിച്ചില്ല. ആദ്യ പിണറായി സർക്കാരിന്റെ കാലത്ത് ആഭ്യന്തര വകുപ്പിനെതിരെ പലതവണ കാനം പരസ്യ നിലപാടെടുത്തു. ആവർത്തിച്ച് ആവശ്യപ്പെട്ടിട്ടും തോമസ് ചാണ്ടിയുടെ രാജി വൈകിയതോടെ മന്ത്രിസഭാ യോഗത്തിൽ നിന്ന് വിട്ടുനിന്ന് പ്രതിഷേധിക്കാൻ പാർട്ടി മന്ത്രിമാരോട് ആവശ്യപ്പെടാനും കാനം തയ്യാറായി. അത്തരം ഭിന്നതകൾ ഉണ്ടായിരുന്നപ്പോഴും അത് മുന്നണി ബന്ധത്തെ ബാധിക്കാതിരിക്കാൻ ജാഗ്രത കാട്ടി. CPI CPM-ന്റെ തൊഴുത്തിൽ കെട്ടിയ സെക്രട്ടറി എന്ന അധിക്ഷേപം കേട്ടപ്പോഴും പാർട്ടിക്ക് മുന്നണിയുടെ ഐക്യത്തിന്റെ പ്രാധാന്യം ഓർമ്മിപ്പിച്ച് കാനം പ്രതിരോധിച്ചു. പാർട്ടി ഏറെക്കുറെ പൂർണ്ണമായും നിയന്ത്രണത്തിലായിരിക്കുമ്പോഴായിരുന്നു കാനത്തിന്റെ അപ്രതീക്ഷിത വിയോഗം. അത് CPI-യിലുണ്ടാക്കിയ വിടവ് ചെറുതല്ല. പാർട്ടിയും മുന്നണിയും പ്രതിസന്ധിയിലാകുമ്പോൾ യുക്തിസഹവും മൂർച്ചയേറിയതുമായ വാക്കുകളിലൂടെ പ്രതിരോധം തീർത്തിരുന്നു കാനം. അത്തരമൊരു നേതാവിന്റെ നിഴലാകാൻ പോലും ഇപ്പോഴത്തെ നേതൃത്വത്തിന് കഴിയുന്നില്ലെന്ന വിമർശനവുമായി ചേർത്തുവെക്കുമ്പോഴാണ് കാനത്തിന്റെ അഭാവം സൃഷ്ടിച്ച ശൂന്യതയുടെ ആഴം CPI തിരിച്ചറിയുന്നത്. തിരുവനന്തപുരം. ഡെങ്കിപ്പനി ഭീതിയിലാണ് കാസർകോട് കാഞ്ഞങ്ങാട് നഗരസഭ. ആരോഗ്യവകുപ്പ് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ജില്ലാ വെക്ടർ കൺട്രോൾ യൂണിറ്റിന്റെ നേതൃത്വത്തിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ കാഞ്ഞങ്ങാട് മത്സ്യമാർക്കറ്റ്, റെയിൽവേ സ്റ്റേഷൻ റോഡ് എന്നിവിടങ്ങളിൽ പരിശോധന നടത്തിയിരുന്നു. ഇവിടെ കെട്ടിക്കിടക്കുന്ന മലിനജലം രോഗത്തിന് കാരണമാകുമെന്നാണ് മുന്നറിയിപ്പ്. മീൻപെട്ടികൾ നീക്കം ചെയ്യാതെ കൂട്ടിയിടുന്നത് കൊതുകുകൾ പെരുകാൻ കാരണമാണ്. കാഞ്ഞങ്ങാട് മാർക്കറ്റിൽ പച്ചക്കറി പീടികയിലാണ് നമ്മൾ. ഭയങ്കര കൊതുവിൻ്റെ ശല്യമാണ്. വൈകുന്നേരം ഒരു 5:30-6 മണിയാകുമ്പോൾ തുടങ്ങിയാൽ രാത്രിയിട്ട് നിൽക്കാൻ പറ്റില്ല. ഒരു 10 മിനിറ്റ് നിൽക്കുമ്പോൾ തന്നെ കൊതുവിനെ കടിച്ച് നമ്മൾ ഭയങ്കര ബുദ്ധിമുട്ടിക്കുന്നു.
നമുക്കിതുപോലെ ശ്വാസം മുട്ടെല്ലാം വരുന്നുണ്ട്. പിന്നെ ഭയങ്കര കൊതുക് വന്നിരിക്കുന്നവർ തന്നെ കാഞ്ഞങ്ങാട് വൃത്തിയില്ല, ആടെല്ലാം വൃത്തിയില്ല, എലികൾ വരുന്നുണ്ട്, കുറേ എലികൾ ശല്യം. ആരോഗ്യവകുപ്പ് ജാഗ്രതാ നിർദ്ദേശം നൽകി. ശുചീകരണത്തിന് നഗരസഭയുടെ അടിയന്തര ഇടപെടലും തേടിയിട്ടുണ്ട്. ന്യൂസ് 18 കാസർഗോഡ്. തിരുവനന്തപുരം വിഴിഞ്ഞത്തെ മാലിന്യ പ്രശ്നത്തിന് പരിഹാരമാകുന്നു. മാലിന്യം സംസ്കരിക്കുന്ന ബയോ മൈനിംഗ് പദ്ധതി യാഥാർത്ഥ്യമായതോടെയാണ് പ്രശ്നപരിഹാരത്തിന് വഴിതെളിഞ്ഞത്. വിവിധ കേന്ദ്രങ്ങളിലായി കുമിഞ്ഞുകൂടിയിട്ടുള്ള മാലിന്യമാണ് ബയോമൈനിംഗ് പ്രക്രിയയിലൂടെ ഒഴിവാക്കുന്നത്. നഗരസഭാ നേതൃത്വത്തിലാണ് പദ്ധതി. സോഷ്യോ ഇക്കണോമിക് യൂണിറ്റ് ഫൗണ്ടേഷനാണ് ബയോമൈനിംഗ് ചുമതല ഏറ്റെടുത്തിട്ടുള്ളത്. തരംതിരിച്ച മാലിന്യം വേർതിരിച്ച് തമിഴ്നാട്ടിലെ സിമന്റ് കമ്പനികളുടെ ചൂളകളിൽ ഇന്ധനമായി ഉപയോഗിക്കുന്ന രീതിയിൽ സംസ്കരിക്കാനാണ് ഉദ്ദേശം. മാലിന്യം വേർതിരിക്കുന്നതിനുള്ള പ്ലാന്റ് ഉടൻ സ്ഥാപിക്കും. 6 മാസമാണ് കാലാവധി. മാലിന്യങ്ങൾ അണുവിമുക്തിയാണ് സൂക്ഷിക്കുന്നത്. അതിനാൽ പരിസര പ്രദേശങ്ങളിൽ ദുർഗന്ധമില്ല. ന്യൂസ് 18 വിഴിഞ്ഞം. എറണാകുളം അയ്യൻകുഴി നിവാസികളുടെ സമരം 26ാം ദിവസം പിന്നിടുന്നു. പുനരധിവാസം നടപ്പാക്കുന്നതുവരെ സമരം തുടരാനാണ് തീരുമാനം. താൻ അയ്യൻകുഴി നിവാസികൾക്കൊപ്പമാണെന്നും ഹൈക്കോടതി നിർദ്ദേശപ്രകാരമുള്ള നടപടികളുമായി മുന്നോട്ടു പോവുകയാണെന്നുമാണ് ജില്ലാ കളക്ടർ പറയുന്നത്. കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനങ്ങളായ കൊച്ചിൻ റിഫൈനറിയുടെയും ഹിന്ദുസ്ഥാൻ ഓർഗാനിക് കെമിക്കൽസിന്റെയും കൂറ്റൻ മതിലുകൾക്കിടയിൽ ദുരിതജീവിതം നയിക്കുകയാണ് അയ്യൻകുഴി നിവാസികൾ. വിഷപ്പുക ശ്വസിച്ച് നിത്യരോഗികളായ അയ്യൻകുഴിക്കാർ ശുദ്ധവായുവിനും വെള്ളത്തിനുമായി നിയമപോരാട്ടം നടത്താൻ തുടങ്ങിയിട്ട് 35 വർഷമായി. ഭൂമി ഏറ്റെടുക്കണമെന്ന ഹൈക്കോടതി നിർദ്ദേശവും പാലിക്കപ്പെടുന്നില്ല. പുനരധിവാസം എന്ന ആവശ്യം സർക്കാരും കമ്പനികളും കണ്ടില്ലെന്ന് നടിക്കുകയാണെന്നാണ് നാട്ടുകാരുടെ പരാതി. ഞങ്ങൾ ഇന്ന് വരെ മുട്ടാത്ത ഒരു വാതിലുകളുമില്ല. മാറി മാറി വരുന്ന എല്ലാ സർക്കാരിൻ്റെ അടുത്തും ഞങ്ങൾ എം പി ആയാലും MLA ആയാലും ഞങ്ങൾ കയറി ഇറങ്ങി മടുത്ത ആൾക്കാരാണ്. 14 വർഷമായിട്ട് ഹൈക്കോടതിയിൽ കേസ് നടക്കുക. ഈ കേസ് ഞങ്ങൾക്ക് അനുകൂലമായിട്ട് ഞങ്ങൾ എത്രയും പെട്ടെന്ന് ഈ സ്ഥലം എടുത്ത് ഒഴിപ്പിക്കണം എന്നുള്ള ഇതാണ് കോടതിയിൽ നിന്ന് വന്നത്. കോടതി ഓർഡർ ഇടുന്ന സമയത്ത് ഈ കൊച്ചിൻ റിഫൈനറിക്കാർ പറഞ്ഞു അവർക്കിപ്പോൾ പ്രൊജക്റ്റ് ഇല്ല. ഈ ഹിന്ദുസ്ഥാൻ ഓർഗാനിക് കെമിക്കലുകാർ പറഞ്ഞു അവരുടെ കയ്യിൽ ഫണ്ടില്ല, ഞങ്ങളെ ഒഴിപ്പിക്കാനുള്ള ഫണ്ടില്ല എന്ന് പറഞ്ഞു. ആകെ 9.5 ഏക്കർ ഭൂമി മാത്രമേ ഉള്ളൂ ഇവിടെ. ഈ 42 കുടുംബങ്ങൾ എന്ന് പറഞ്ഞാൽ പാവപ്പെട്ടവരാണ്. കൂലിവേല ചെയ്ത് മാത്രമാണ് അന്ന് ആഹാരത്തിന് വക കണ്ടെത്തുന്നത്. ഇവിടെയുള്ള കുട്ടികൾ സർവരും രോഗബാധിതരാണ്. ജില്ലാ ഭരണകൂടവും തങ്ങളെ കൈയൊഴിഞ്ഞെന്ന നാട്ടുകാരുടെ ആരോപണം തെറ്റാണെന്ന് കളക്ടർ NSK ഉമേഷ്. താൻ അയ്യൻകുഴി നിവാസികൾക്കൊപ്പമാണ്. ഹൈക്കോടതി നിർദ്ദേശമനുസരിച്ച് സ്ഥലത്തെ മലിനീകരണ തോത് പരിശോധിക്കുകയാണെന്നും കളക്ടർ. ഈ കേസിൽ വളരെ സിൻസിയറായിട്ട് ജനങ്ങളോടൊപ്പം തന്നെയാണ് നമ്മൾ നിൽക്കുന്നത്. ബേസിക്കലി സർക്കാരിലേക്ക് 2022 ഈ സ്ഥലം സർക്കാർ ഏറ്റെടുക്കാൻ ഒരു പ്രപ്പോസൽ പോയിരുന്നു. പക്ഷേ സർക്കാരുടെ ഫിനാൻഷ്യൽ ക്രൈസിസിൽ അത് പൊല്യൂട്ടർ പേസ് എന്ന പ്രിൻസിപ്പലിൽ ആ കമ്പനി ഏറ്റെടുക്കണമെന്ന് ഒരു ഓർഡർ വന്നു. അപ്പോഴാണ് കോടതിയും പറഞ്ഞത് പൊല്യൂട്ടർ പേസ് എന്ന് പറയുമ്പോൾ പൊല്യൂഷൻ പ്രൂവ് ചെയ്യണം. അതാണ് കഴിഞ്ഞ 1 വർഷമായിട്ട് ഇത്ര ഡിലേ ആയിക്കൊണ്ടിരുന്നത്. പക്ഷേ പ്രോപ്പറായിട്ട് കിട്ടിയില്ല. അതുകൊണ്ട് 1 മന്ത് മോണിറ്റർ ചെയ്യണമെന്ന് കോടതി പറഞ്ഞു. അപ്പം അതാണ് ഇപ്പോൾ തുടങ്ങിയത്. ആ മോണിറ്ററിങ് തുടങ്ങി. ഇത് പ്രൂവ് ചെയ്യാനുള്ള കാലതാമസം ഉണ്ടാവുന്നുണ്ട്. അതിൽ എനിക്ക് വളരെ വിഷമമുണ്ട്. പക്ഷേ ജനങ്ങൾക്ക് എങ്ങനെയെങ്കിലും പെട്ടെന്ന് ആ സ്ഥലത്തിൽ ഒരു നിധി കിട്ടാൻ വേണ്ടി തന്നെയാണ് നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ യാതൊരു സംശയമില്ല. കോടതിയും അത് ടോട്ടലി അംഗീകരിക്കും. അയ്യൻകുഴി ജനകീയ സമിതിയുടെ നേതൃത്വത്തിൽ കുട്ടികളും അമ്മമാരും ചേർന്ന് BPCLന്റെ മുന്നിൽ പ്രതിഷേധം സംഘടിപ്പിച്ചു. പുനരധിവാസം ഉറപ്പാക്കുന്നതുവരെ സമരം തുടരാനാണ് നാട്ടുകാരുടെ തീരുമാനം. ന്യൂസ് 18 കൊച്ചി. ക്രിസ്മസിന് വരവേൽക്കാൻ ഒരുങ്ങി നാട്. കുമളി സെന്റ് തോമസ് ദേവാലയത്തിൽ 2025 നക്ഷത്രങ്ങളാണ് ആഘോഷങ്ങളുടെ ഭാഗമായി ഒരുക്കുന്നത്. ക്രിസ്തുവിന്റെ ജനനത്തിന്റെ മഹാജൂബിലി എങ്ങനെ വ്യത്യസ്തമാക്കാം എന്ന ചിന്തയിൽ നിന്നാണ് 2025 നക്ഷത്രങ്ങൾ എന്ന ആശയത്തിലേക്ക് കുമളി സെന്റ് തോമസ് ഫെറോന ദേവാലയ ഭാരവാഹികൾ എത്തിയത്. പരമ്പരാഗത ശൈലിയിൽ തന്നെ നക്ഷത്രങ്ങൾ നിർമ്മിക്കാം എന്നായിരുന്നു തീരുമാനം. 2 മാസം മുൻപ് ഒരുക്കം തുടങ്ങി. കാഞ്ഞിരപ്പള്ളിയിൽ നിന്ന് മുള എത്തിച്ച് കീറി പരുവപ്പെടുത്തി നക്ഷത്രങ്ങൾ നിർമ്മിച്ചു. ഇത് ഇടവക്കാർക്ക് മാത്രമല്ല, ഈ പ്രദേശത്തുള്ള സകല ജനത്തിനും ഒരു സന്തോഷത്തിൻ്റെ അനുഭവം കൊടുക്കുക എന്ന ചിന്തയിൽ രൂപീകൃതമായ ഒന്നാണ് ഈ ക്രിസ്മസ് ആഘോഷം ഇത്ര വിപുലമായിട്ട് വരുന്നത്. ഏതാണ്ട് 3-4 മാസമായി ഇതിനുള്ള ഒരുക്കങ്ങൾ നടക്കുകയാണ്. ഇതിലെ ഒരു പരിപാടി 24-ാം തീയതി നടത്തുന്ന 2025 ക്രിസ്മസ് നക്ഷത്രങ്ങൾ
ഇടവകയിലെ എല്ലാവരും ചേർന്ന് തെളിക്കുന്നു എന്നുള്ളതാണ്. ക്രിസ്തുമസിന് നക്ഷത്രങ്ങൾ പള്ളിയിൽ തെളിയിക്കും. 25ഓളം ക്രിസ്മസ് പ്ലോട്ടുകളും ലിവിംഗ് പുൽക്കൂടുകളും ഒരുക്കും. ന്യൂസ് 18 ഇടുക്കി. ചാമകൃഷിയിൽ 100 പേര് വിളയിക്കാൻ ഒരുങ്ങി നിലമ്പൂർ ഉച്ചക്കുളം പ്രകൃതി നിവാസികൾ. മൂത്തേടം കൃഷിഭവന്റെ ചെറുധാന്യ കൃഷി പദ്ധതിയിലൂടെ 2.5 ഏക്കർ ഭൂമിയിലാണ് പരീക്ഷണാടിസ്ഥാനത്തിൽ ചാമ വിത്തിറക്കിയത്. ചാമകൃഷിയിൽ 100 പേനി വിളയിക്കാനൊരുങ്ങി നിലമ്പൂർ ഉച്ചക്കുളം പ്രകൃതി നിവാസികൾ. കുടുംബശ്രീ മലപ്പുറം നിലമ്പൂർ ട്രൈബൽ സ്പെഷ്യൽ പ്രോജക്ടിന്റെയും മൂത്തേടം കൃഷിഭവന്റെയും നേതൃത്വത്തിലാണ് ഉച്ചക്കുളം പ്രകൃതിയിൽ ചെറുധാന്യ കൃഷി ആരംഭിച്ചിരിക്കുന്നത്. പദ്ധതിയിലൂടെ 2.5 ഏക്കർ ഭൂമിയിലാണ് പരീക്ഷണാടിസ്ഥാനത്തിൽ ചെറുധാന്യമായ ചാമ വിത്തിറക്കിയത്. മുൻ വർഷങ്ങളിൽ 7 സംഘ കൃഷി ഗ്രൂപ്പുകളിലൂടെ മഞ്ഞൾ, ഇഞ്ചി, റാഗി, എള്ള് എന്നിവ കൃഷി ചെയ്തിരുന്നു. പോഷകമൂല്യമുള്ളതും ജീവിതശൈലീ രോഗങ്ങളെ പ്രതിരോധിക്കാൻ ശേഷിയുള്ളതുമായ ചെറുധാന്യ കൃഷി വികസനവും പ്രോത്സാഹനവുമാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത്. ന്യൂസ് 18 തിരൂർ. പൂർണ്ണമാകുന്നു വാർത്താരംഭം. ഇടവേളയ്ക്ക് ശേഷം ന്യൂസ് ട്രെൻഡ്സ്. നമസ്കാരം.